അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. ശ്രുതീനാം സൂത്രാണാം സ്മൃതിനിഖിലവേദാനുവചസാം പരം ഹാർദം യുക്തം ഹ്യഖിലചിദചിദ്ഭിന്നമപി ച അഭിന്നം സ്വാഭാവ്യാദ് ഗുണിച പരമം ബ്രഹ്മകമിദം സമാധിഷ്ടം യൈസ്താൻ അപി സതതമീഡേ ഗുരുവരാൻ. മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാനതിമിരാരുണഃ. ഹരി 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 ഓം തത്സത്. ജയ ഗുരു. നമുക്ക് പതിവ് പോലെ 3 തവണ എല്ലാവരും കൂടിച്ചേർന്ന് ആ അതിപവിത്രവും പരമദിവ്യവും അത്യന്താനുഗ്രഹകരവുമായ ഓംകാരം ഒന്ന് ജപിക്കുക. ഇന്നലെ പറഞ്ഞതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് വിശാലമായി ഈ ഭൂലോകത്തിന് എത്ര വലിപ്പമുണ്ടോ അത്രയും വികസിക്കട്ടെ. ഇതിലുള്ള ചരാചരങ്ങൾക്കെല്ലാം തന്നെ സമാധാനവും ശാന്തിയും സ്ഥൈര്യവും ഉണ്ടാകണം എന്ന് വിചാരിച്ചു വേണം ഈ ജപം ഒരു തപോനുഷ്ഠാനമായി എല്ലാവരും അനുസരിക്കാൻ, അനുവർത്തിക്കാൻ. ഹരിഹി ഹരിഹി. കൈകോർത്ത് മടിയിൽ വയ്ക്കൂ. കഷ്ടപ്പെടാതെ നിവർന്നിരിക്കൂ. കണ്ണടച്ച് മനസ്സും ശരീരവും മനസ്സും രണ്ടും ഒരുപോലെ തൊണ്ട തുറന്ന് വായ തുറന്ന് എൻ്റെ കൂടെ ജപിക്കുക. ഹരിഹി ഹരിഹി. ഓ ഉത്സാഹം പോരാന്നാ തോന്നണത്. ഓ മൂന്നാമത് ഓ ഞാൻ നിങ്ങളോട് ഇങ്ങനെ ജപിക്കാൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥവും പ്രസക്തിയും എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ എന്ന് ഞാനിങ്ങനെ സംശയിക്കുക. ശരീരത്തോട് കൂടിയിരിക്കുന്നതാണ് മനസ്സ് എന്നുണ്ടെങ്കിലും ശരീരത്തിൻ്റെ ഭാഗമല്ല മനസ്സ് എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ശരീരത്തിൻ്റെ ഭാഗമല്ല മനസ്സ് എന്ന്. ശരീരം എന്ന് പറയുന്നത് ദ്രവ്യവും ഊർജവും കൂടി ഉണ്ടായിട്ടുള്ള ഒരു സംഘാതമാണ്. ഇറ്റ് ഈസ് എ മാറ്റർ എനർജി അഗ്രിഗേറ്റ്സ്. മൈൻഡ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഇറ്റ് അറ്റ് ഓൾ. ഒരിക്കലുമല്ല. ദ്രവ്യത്തിനോ ഊർജത്തിനോ ചിന്തിക്കാനോ വികാരം കൊള്ളാനോ ഭാവവിചാരങ്ങൾ ഉത്പാദിപ്പിക്കാനോ ഒന്നും സാധിക്കില്ല. നമ്മുടെ മനസ്സാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ദ്രവ്യോർജത്തിൽ പെടില്ല മനസ്സ് എന്നുള്ളത് അറിയാൻ എത്ര നേരം വേണം നമുക്ക്? മനസ്സ് ശരീരത്തോടു കൂടി പ്രവർത്തിക്കുന്നു, നിലനിൽക്കുന്നു എന്നുള്ളത് ശരിയാണ്.
ഇപ്പം നമ്മുടെ ടാപ്പ് കൂടി ഓടുന്ന വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ജലമാണ്. ടാപ്പോ ഒന്നുകിൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ എന്തെങ്കിലും ലോഹത്തിൻ്റെ പദാർത്ഥം. ഇത് രണ്ടും കൂടിയിട്ട് വല്ല ബന്ധമുണ്ടോ? ടാപ്പ് പിഴിഞ്ഞാൽ വെള്ളം കിട്ടുമോ? വെള്ളം പിടിച്ച് അമർത്തിയാൽ ലോഹം ഉണ്ടാവുമോ? ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ആ വെള്ളം ആ പൈപ്പ് കൂടി ഇങ്ങനെ പോയി നമുക്ക് ഉപയോഗിക്കാം. അതിന് സൗകര്യപ്പെടുത്തുന്നതാണ് പൈപ്പ്, സൗകര്യമുള്ളതുമാണ് ജലം. അതാണ് അവർ രണ്ടും തമ്മിലുള്ള ബന്ധം. ഒരു ഉദാഹരണവും പൂർണ്ണമല്ല, പക്ഷേ ഇത് നമ്മളെ സഹായിക്കും. മനസ്സ് ശരീരത്തോടു കൂടി ശരീരത്തെയും ശരീരാംഗങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഒരിക്കലും മനസ്സ് ശരീരത്തിൻ്റെ ഭാഗമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമ്മൾ ഈ ശരീരത്തിലാണ് ജനിക്കുന്നത്, അതിലാണ് വളരുന്നത്, അതിലാണ് പ്രവർത്തിക്കുന്നത്, വ്യവഹരിക്കുന്നത്. അങ്ങനെയാണെങ്കിലും ഈ ശാരീരിക ജന്മം കൊണ്ടും വ്യവഹാരം കൊണ്ടും സമ്പർക്കം കൊണ്ടുമെല്ലാം നാം നേടാൻ ഉദ്ദേശിക്കുന്നത് ശാരീരിക നേട്ടങ്ങളല്ല. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ശരീരത്തിന് വേണ്ടത് ഭക്ഷണം, വസ്ത്രധാരണം, പാർപ്പിടം, ഇതൊക്കെ ശരീരത്തിന് നിൽക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളാണ്. എത്രത്തോളം ഭക്ഷണം കഴിച്ചോ ആ ഭക്ഷണമെല്ലാം ഊർജ്ജമായി ശക്തിയായി രൂപാന്തരപ്പെട്ട് അടുത്ത ദിവസങ്ങളിൽ അത് ചെലവ് ചെയ്ത് പോവും. അപ്പം നമുക്ക് ശാരീരിക നേട്ടം എന്നൊരു നേട്ടമില്ല. 21 വയസ്സ് വരെ ശരീരം വളരുന്നത് മാത്രമേ ഉള്ളൂ. ആ വളർന്നു കഴിഞ്ഞാൽ അടുത്ത ക്ഷണം മുതൽക്ക് ശരീരം ക്ഷയിക്കുകയാണ്. അപ്പം പിന്നെ നമ്മുടെ ജീവിതം മുഴുവൻ എന്തിനാ എന്നൊരു ചോദ്യം വരുള്ളൂ. നിങ്ങളെല്ലാവരും എടുത്ത് ചോദിക്കേണ്ട ചോദ്യമാണ്. 21 വയസ്സാവുമ്പോഴാണല്ലോ നമുക്ക് പ്രായപൂർത്തി വരുന്നത്. പ്രായപൂർത്തി വരുമ്പോൾ ശരീരത്തിൻ്റെ വളർച്ച തീർന്നു എന്ന് വരുമ്പോൾ പിന്നെ വളരാനുള്ളത് നമ്മുടെ വ്യക്തിത്വത്തിൽ എന്താ? അതാണ് മനസ്സും ബുദ്ധിയും അഹങ്കാരവും. അഹങ്കാരത്തിന് തൽക്കാലം എടുക്കേണ്ട, മനസ്സും ബുദ്ധിയും വളരണം. അപ്പം നമ്മുടെ ജീവിതത്തിലുള്ള വ്യവഹാരങ്ങൾ മുഴുവനും വാസ്തവത്തിൽ ഈ ഭക്ഷണം, എക്സസൈസ്, ഉറക്കം എന്നുള്ളത് മാറ്റി നിർത്തി എല്ലാ വ്യവഹാരങ്ങളും മനസ്സിന് വളർച്ചയും വികാസവും ഔന്നത്യവും വരാൻ വേണ്ടിയിട്ടാണ്, ബുദ്ധിക്ക് അറിവുണ്ടാവാനാണ്. ഇത് നിങ്ങൾ സ്വീകരിക്കുമോ? ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കുമോ? ആ മനസ്സിനെ പിടിച്ചു വളച്ച് കൊണ്ടുവന്ന് നന്നാക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും വേണം, ഒരു ഉൾവരവ് വേണം. ആ ഉൾവരവാണ് നിങ്ങൾ ഈ കേൾക്കുന്ന ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കുന്നത്. ഇതിനൊരു ഔട്ട്പുട്ടുണ്ട്, ഒരു പ്രകടനം. ആ പ്രകടനത്തിൽപ്പെട്ടതാണ് ഈ ഓംകാര ജപം. സഹസ്രനാമം വായിക്കൂ, ഭഗവത്ഗീത വായിക്കൂ, ആദ്യമായിട്ട് വായിക്കാൻ പഠിക്കൂ, ചൊല്ലാനും ജപിക്കാനും പഠിക്കൂ. അതിനുശേഷം നമ്മൾ വായിക്കുന്നതും പഠിക്കുന്നതും എന്താണ്, അതിലെന്തെങ്കിലും മൂല്യങ്ങളോ സന്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അത് എന്താണ്, വാക്കിനുള്ള അർത്ഥമെന്ത്, വാക്കുകൾ കൂടിയുണ്ടാവുന്ന വാക്യമെന്ത്, ആ വാക്യം നിർദ്ദേശിക്കുന്നതെന്ത്, ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കുക. ഇത് രണ്ടുമാണ് നമുക്കുള്ള പ്രക്രിയകൾ. ഇത് ചേതനാത്മകമാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജ്ഞാനപ്രക്രിയകളാണിത് മുഴുവനും. ഇപ്പോൾ സഹസ്രനാമം നിങ്ങൾ ജപിക്കാൻ തുടങ്ങുമ്പോൾ ഒരു പുസ്തകം നോക്കി വായിച്ചു അല്ലെങ്കിൽ കാണാതെ ചൊല്ലുന്ന സമയത്ത് നമ്മുടെ നാവിൽ നിന്നും മുഖത്തിൽ നിന്നും ശബ്ദം ശരിക്ക് വരുന്നുണ്ടോയെന്ന് കേൾക്കുമ്പോൾ പരിശോധിക്കണം. ആ പരിശോധിക്കുമ്പോൾ അവിടെ അറിവായി. പഠിച്ചത് വേണ്ടതുപോലെ ചൊല്ലാനും വേണം അറിവ്, ചൊല്ലിയത് ശരിയാവുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും വേണം അറിവ്. ആ പരിശോധനയ്ക്ക് ശേഷം ആ വാക്കുകൾ സൂചിപ്പിക്കുന്ന ആശയങ്ങളോ ലക്ഷ്യങ്ങളോ മൂല്യങ്ങളോ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ, എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് നമ്മൾ ഭാവനാത്മകമായി ചെല്ലും വേണം. ഇതെല്ലാം കൂടി നടന്നാലേ നമ്മുടെ ഈ ജപമാകട്ടെ അതുപോലെയുള്ള അനുഷ്ഠാനങ്ങളാകട്ടെ അർത്ഥവത്താകൂ. അപ്പോൾ നിങ്ങളിവിടെ കേൾക്കണത് എന്താണെന്ന് പറഞ്ഞാൽ, ശരിക്കും ഞാൻ സംസാരിക്കുകയല്ല വാസ്തവത്തിൽ ചെയ്യുന്നത്, എൻ്റെ മുൻപിലുള്ള ശ്രോതാക്കളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ശബ്ദരൂപത്തിൽ. ആ ഓരോ ശബ്ദത്തിനും നിങ്ങളുടെ വ്യക്തിത്വത്തിൽ പ്രവേശിച്ച് അവിടെ വിപ്ലവാത്മകമായ ഒരു പവിത്രത വരുത്തി തീർക്കണം, സൂക്ഷ്മത വരുത്തി തീർക്കണം. എന്നിട്ട് ആ പറയുന്ന വാക്കുകളിലുള്ള ജ്ഞാനം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റണം. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ ജനക മഹാരാജാവ്
അഷ്ടാവക്ര മഹർഷിയോട് എന്താ ചോദിച്ചേ? വെറും 3 ചോദ്യങ്ങളാണ് ചോദിച്ചത്. കഥം ജ്ഞാനമവാപ്നോതി, കഥം മുക്തിർഭവിഷ്യതി, വൈരാഗ്യം ച കഥം പ്രാപ്തം എന്ന് 3 ചോദ്യമാണ് ചോദിച്ചത്. അതിന് മറുപടി ആയിട്ടാണ് 24 അധ്യായമുള്ള ഒരു സംവാദം രൂപപ്പെട്ടത്. ആ സംവാദം എന്തായിരുന്നു? വാസ്തവത്തിൽ ജനകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആത്മജ്ഞാന ആത്മസാക്ഷാത്കാര സാധനയായിരുന്നു. ആ സാധന രചിക്കുകയായിരുന്നു അഷ്ടാവക്ര മഹർഷി. പരീക്ഷത്തിന് 6.5 ദിവസമാണ് ശുഗമഹർഷി ശ്രീമദ് ഭാഗവതം പറഞ്ഞു കൊടുത്തത്. അതിൽ സംശയങ്ങളും ചോദ്യങ്ങളും അഭിലാഷങ്ങളും ആശയക്കുഴപ്പങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാം അതാത് സമയത്ത് ഉന്നയിച്ച് അതിന് വേണ്ട തെളിച്ചങ്ങൾ മേടിച്ചുകൊണ്ടിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് അവസാനം എന്താ ഈ പരീക്ഷിത്ത്? ഈ പറഞ്ഞത് മുഴുവനും കാലം കൂടി തക്ഷകൻ വന്ന് കടിക്കുന്നതിന് മുൻപ് തന്നെ പരീക്ഷിത്ത് ഇഹലോകവുമായുള്ള ബന്ധം മുഴുവനും, ഇന്ദ്രിയങ്ങളായിട്ടുള്ള ബന്ധം മുഴുവനും മനസ്സ് പിൻവലിപ്പിച്ച്, മനസ്സ് ഇന്ദ്രിയങ്ങളിൽ നിന്ന് പിൻവലിഞ്ഞു, ബുദ്ധി മനസ്സിൽ നിന്ന് പിൻവലിഞ്ഞു, അന്തരാത്മാവിൻ്റെ അടിത്തട്ടിൽ അങ്ങോട്ട് ആണ്ടിറങ്ങി അവിടെ വിലയം പ്രാപിച്ചു. തക്ഷകൻ വന്നതും കടിച്ചതും കടിത്തീയിൽ ശരീരം ദഹിച്ചു പോയതും പരീക്ഷിത്ത് അറിഞ്ഞില്ല, ബാക്കിയുള്ളവർ പറഞ്ഞിട്ടാണ് മനസ്സിലായത്. അപ്പോൾ ശുഗമഹർഷി ചെയ്തത് എന്താണെന്ന് നിങ്ങൾ എന്നോട് പറയൂ. പരീക്ഷിത്ത് ഇരുന്നേടം വിട്ട് എണീറ്റിട്ടില്ല, മലമൂത്ര വിസർജനവും കൂടി ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ വല്ല വേർപ്പും സംഭവിച്ചു കാണും. അത് ഗംഗാനദീ തീരത്താവുമ്പോൾ അത്രയും ഉണ്ടാവില്ല. പിന്നെ വെള്ളം കുടിക്കണില്ലല്ലോ. ആ കേൾക്കുന്നത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ സാധന. ആ സാധന നടത്തിയത് 2 ചെവിയാണോ? അല്ല, ചെവികളിലൂടെ കേട്ടത് എവിടെയാ? മനസ്സിൽ. ശുഗമഹർഷി പറയുന്ന ഓരോ വാക്കും അവിടെ പതിഞ്ഞു. അതിലുള്ള ആശയം അവിടുന്ന് അങ്ങോട്ട് ഉയർന്ന് ബുദ്ധിയിൽ വ്യാപിച്ചു. എന്നിട്ട് മനസ്സും ബുദ്ധിയും പരിവർത്തനപ്പെട്ടു, പരിഷ്കരിക്കപ്പെട്ടു. അതിന് പവിത്രത വന്നു, ഉദാത്തത വന്നു, ഉത്തുംഗത വന്നു, അതിന് സൂക്ഷ്മത വന്നു. വാക്കുകളുടെ അർത്ഥം മാത്രമല്ലാതെ അനുഭവമായി രൂപാന്തരപ്പെട്ടു. ഇത് മുഴുവനും വരുത്തി തീർക്കുന്നത് ഈ സംവാദത്തിലൂടെയാണ്. നിങ്ങൾക്ക് തന്നെ ഇങ്ങനെ ഒരു ആലോചനയോ ഇങ്ങനെ ഒരു ചിന്തയോ വരാൻ സാധാരണ നിലയ്ക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് ഇത് എഴുതിയുണ്ടാക്കുന്നത്. എഴുതിയത് വായിച്ചാലും വരുമോ എന്ന് ചോദിച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. നല്ല സൂക്ഷ്മതയും നല്ല മുന്നേറ്റമൊക്കെ ഉണ്ടായവർക്ക് പുസ്തകം നോക്കി ഇങ്ങനെ വായിച്ചാൽ ആ വായിച്ചതിനനുസരിച്ച് മനോവൃത്തികൾ മനസ്സിലിങ്ങനെ രൂപപ്പെടും. അല്ലാത്തവർ വായിച്ച് കഷ്ടപ്പെടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കണം. ഇത് കേൾക്കുക, ശ്രവണം എന്ന് പറഞ്ഞാൽ അത് ശ്രവണമല്ല, അത് അന്തരംഗത്തിൽ നടക്കുന്ന ഒരു ജ്ഞാന പ്രക്രിയയാണ്, ഒരു സാക്ഷാത്കാര സാധനയാണത്. അനുഭവസിദ്ധിയിലേക്ക് നയിക്കുന്നതാണ് എന്ന് നല്ല പോലെ മനസ്സിലാക്കണം. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ആവർത്തിച്ച് അഷ്ടാവക്രൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. അത് തന്നെയാണ് ആവർത്തിച്ച് ജനകൻ ഉന്നയിക്കുന്നതും പിന്നീടും കേൾക്കുന്നതുമല്ല. അപ്പോൾ വളരെ വിശേഷപ്പെട്ടതാണ്. ചുരുക്കം കാര്യങ്ങളെ ഇതിലുള്ളൂ. ഇത് ഇവിടെ എഴുതിയതാണ്. ആത്മസാക്ഷാത്കാരം നേടൂ നിങ്ങൾ ഇവിടെ ഇപ്പോൾ തന്നെ എന്നുള്ളതാണ് നമ്മുടെ സന്ദേശം. അത് നല്ല പോലെ വായിച്ച് മനസ്സിലാക്കൂ. ഞാൻ ഈ പറയുന്നത് വേണ്ടതുപോലെ കേട്ട് ഗ്രഹിച്ചാൽ പിന്നെ സാക്ഷാത്കാരം വേറെ കുറേ കാലം കഴിഞ്ഞ് വരേണ്ടതല്ല. നിങ്ങൾക്ക് ഈ സാക്ഷാത്കാരം ഇവിടെ തന്നെ ഉണ്ടാകേണ്ടതാണ്. അത് ഉറപ്പിക്കാനുള്ള പ്രയത്നം വേണമെങ്കിൽ പിന്നെ ചെയ്യാം എന്ന് മാത്രം. അപ്പം ഞാൻ ഓങ്കാരം ജപിക്കാൻ പറയുമ്പോൾ വാചികമായി മാനസമായി ഒരു സാധന ചെയ്യാനാണ് ഞാൻ പറയുന്നത്. അത് വേണ്ടതുപോലെ മനസ്സിലാക്കി എല്ലാവരും അതിൽ പങ്കെടുക്കാത്തതിൽ എനിക്കിത്തിരി ഖേദവുമുണ്ട്. മടിയന്മാരെന്നല്ലാണ്ട് ഞാൻ എന്തു പറയും? അല്ലെങ്കിൽ പിന്നെ വിഡ്ഢികൾ. ഒന്നിലോ വിഡ്ഢിത്തം കൊണ്ട് അല്ലെങ്കിൽ മടി കൊണ്ടാണ് അതിൽ പങ്കെടുക്കാതെ ഇരിക്കുന്നത്. ഞാനെന്തിനാ അത് ജപിക്കണത്? അതൊന്ന് കേൾക്കുന്ന നിങ്ങൾ. ഞാനിവിടെ വന്നിരുന്ന് എനിക്ക് ഓങ്കാരം ജപിക്കേണ്ട ആവശ്യമുണ്ടോ? ജപിക്കണമെങ്കിൽ നമ്മുടെ ആശ്രമത്തിലായിക്കൂടെ? അത് ഇവിടെ വന്നിട്ട് വേണം. അപ്പം നിങ്ങളെല്ലാവരും ജപിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ജപിക്കുന്നത്. ആ ജപം ഈ ഗ്രഹണത്തിന് മുന്നോടിയായി നിങ്ങളെ സഹായിക്കാനുള്ള ഒരു സാധനയാണത്. അതാണ് മനസ്സ് വികസിക്കണം എന്ന്. നമ്മൾ എടുക്കാൻ പോണത് 5-ാം അധ്യായം. ആ 5-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? ആത്മാവിൻ്റെ വിസ്താരം, ആത്മാവിൻ്റെ വിശാലത, ആത്മാവിൻ്റെ നിർലിപ്തത, ആത്മാവിൻ്റെ അനന്തസ്വഭാവം,
ആകാശ സദൃശത്വം. ഇതൊക്കെ ഞാൻ വാക്കുകൊണ്ട് പറയുന്ന സമയത്ത് നിങ്ങൾക്കത് അനുഭവമായി രൂപപ്പെടണമെങ്കിൽ ആ ഓങ്കാര ജപം മുൻപിൽ നടന്ന് ഒരു ശുദ്ധിയും ഒരു പവിത്രതയും ഒക്കെ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞല്ലോ. ഇനി ഒരിക്കൽ കൂടി ജപിക്കാം. നിങ്ങളെല്ലാവരും എങ്ങനെ പ്രതികരിക്കണമെന്ന് കാണട്ടെ. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി ജപിക്കുന്നു. ജപിക്കട്ടെ? എന്താ മിണ്ടാതെ? നിങ്ങളുടെ മറുപടി എനിക്ക് കേൾക്കണില്ല. ജപിക്കട്ടെ എന്നാണെങ്കിൽ കൈയൊന്ന് പൊന്തിക്കൂ. നന്നായി. ഹരിഹി ഹരിഹി ഹരിഹി. ഓ നന്നായി. കുറച്ചും കൂടി അടുത്തിരുന്ന ഒരു ഹാളിലാണെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. ഇനി ഇവിടെ നമുക്ക് വേണ്ട ഒരു മുദ്രാവാക്യം പോലെ ഒരു ശ്ലോകം 5-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ ശ്ലോകം എടുത്തിട്ടുണ്ട്. എന്നും നമുക്കത് ചൊല്ലണം. തുടക്കത്തിൽ ഇതാ പറഞ്ഞു തരാം. സമദുഃഖ സുഖ പൂർണ്ണ. അവർക്ക് ആ മൈക്കൊന്ന് കൊടുക്കൂ. ആർക്കാ കൊടുക്കുക? ജയയ്ക്ക് കൊടുക്കൂ, ജയലക്ഷ്മിക്ക്. സമദുഃഖ സുഖ പൂർണ്ണ ആശാനൈരാശ്യയോ സമഃ. സമദുഃഖ സുഖ പൂർണ്ണ ആശാനൈരാശ്യയോ സമഃ. സമജീവിത മൃത്യുസൻ ഏവമേവ ലയം വ്രജ. സമജീവിത മൃത്യുസൻ ഏവമേവ ലയം വ്രജ. ഈ അഷ്ടാവക്ര സംഹിതയുടെ സന്ദേശം എന്താണ്? അത് നമ്മളോട് ചെയ്യാൻ പറയുന്നത് എന്ത്? നമ്മൾക്ക് ചെയ്യേണ്ടത് എന്താ? ഗ്രഹിക്കേണ്ടത് എന്താ? അനുഭവിക്കേണ്ടത് എന്താന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമാണ് മറുപടി. ഞാൻ ഇന്നലെ അതിലെ ആദ്യത്തെ ശ്ലോകം പറഞ്ഞു ഉപദേശത്തിൻ്റെ. രണ്ടാമത്തത് എന്ന് പറയാം. യദി ദേഹം പൃഥകൃത്യ ചിതി വിശ്രാമ്യതിഷ്ഠസി അധുനൈവ സുഖീ ശാന്തോ ബന്ധമുക്തോ ഭവിഷ്യസി. ഇതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്നും നോക്കണ്ട. എന്താ ചെയ്യേണ്ടത്? എന്ത് തീർത്ഥാടനം നടത്തണം? എവിടെയൊക്കെ ധാമങ്ങളിൽ ചെല്ലണം? ഒന്നും അന്വേഷിക്കണ്ട. നിങ്ങൾക്ക് വേണ്ടത് ആത്മസാക്ഷാത്കാരമാണോ? ഈശ്വര ദർശനമാണോ? ഈശ്വര സായുജ്യമാണോ? എന്നാൽ നിങ്ങൾ ഒരൊറ്റ സ്ഥലത്തേക്ക് നോക്കരുത്. ഇരുന്നിടത്ത് കണ്ണടയ്ക്കണം. കണ്ണടച്ചിട്ട് നമ്മുടെ ഉണർവിനെ കണ്ടെത്തണം. ഉണർവ് നിങ്ങളെ ഉണർത്തിയിരുത്തുന്നത് എന്താണെന്ന് കണ്ടുപിടിക്കൂ. ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഉണർന്നുല്ലോ, ജാഗ്രത അവസ്ഥയ്ക്ക് പ്രവേശിച്ചുല്ലോ. ആ പ്രവേശിക്കുന്ന സമയത്ത് ആ ഉറങ്ങിയ ആളെ ഉണർത്തിയതാരാ? ആ ഉണർവ് എന്ന് പറയുന്ന സ്ഥിതിയിൽ ഏകദേശം 17 മണിക്കൂർ നിങ്ങളെ നിലനിർത്തുന്നതാരാ? ആരാണത്? എവിടെയാണത്? എന്താണത്? അത് ദ്രവ്യമല്ല, ഊർജമല്ല. ശരീരത്തിൽ അത് രണ്ടേ ഉള്ളൂ. ലോകത്തിലും അത് രണ്ടേ ഉള്ളൂ. ഇത് രണ്ടുമല്ലാത്ത മൂന്നാമത്തെ ഒരേ ഒരു ഘടകം എന്താ? ഏഷാം സാക്ഷിണമാത്മാനം. ഈ ഭൗതികമായിരിക്കുന്ന പ്രപഞ്ചത്തെ മുഴുവനും നമ്മുടെ ശരീരമടക്കം നോക്കിക്കാണുന്ന ദ്രഷ്ടാവും സാക്ഷിയുമായിരിക്കുന്ന ഒന്നുണ്ട്. അതുമാത്രമേ ഇവിടെ മൂന്നാമത്തതുള്ളൂ. പ്രപഞ്ചം മുഴുവനും ദൃശ്യമാണ്. ആ ദൃശ്യത്തെ നോക്കിക്കാണുന്ന ദ്രഷ്ടാവ് ഒരെണ്ണം മാത്രം
വേറെ ഒറ്റപ്പെട്ട് തനതായി തൻ്റെ സാമ്രാജ്യത്തിൽ വാഴുന്നു. അത് മാത്രമാണ് ഇവിടെ മൂന്നാമത്തെ ഘടകം. ആ ഘടകം എവിടെയാ? ഈ പ്രപഞ്ചത്തിനെ മുഴുവനും നോക്കിക്കണ്ട് ഉണർന്ന് ഭാവങ്ങളും ആശയങ്ങളും വികാരങ്ങളും പ്രത്യയങ്ങളുമെല്ലാമായി രൂപാന്തരപ്പെടുത്തി തൻ്റെ ഉള്ളിൽ ഛായാരൂപത്തിൽ പരിപാലിച്ച് പുലർത്തി പരിരക്ഷിച്ച് വരുന്നത് ആരാ? എന്താ? ആലോചിച്ച് നോക്കൂ. എവിടെയാ? നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഉണർവാണ്. ആ ഉണർവിനെ നിങ്ങൾക്ക് ദേഹത്തിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി എടുക്കാൻ പറ്റുമോ എന്നതാണ് ചോദ്യം. യദി ദേഹം പൃഥകൃത്യ, നിങ്ങൾ ദേഹം മാത്രമാണോ, അതോ ദേഹത്തെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്ന ഒരു ഉണർവ് എന്ന് പറഞ്ഞൊരു ഘടകമുണ്ടോ അവിടെ? ഉണ്ടെങ്കിൽ ആ ഉണർവിനെ നിങ്ങൾക്ക് ജഡമായിരിക്കുന്ന ദേഹത്തിൽ നിന്ന് വേറെടുത്തിയെടുക്കാൻ പറ്റുമോ? പരിശ്രമിക്കുമോ? അതിൽ തീവ്രത ഉണ്ടാകുമോ? ഇപ്പോൾ തന്നെ വേണം എന്ന് തോന്നുമോ? ഇതിന് മറുപടി പറയും. യദി ദേഹം പൃഥകൃത്യ, നിങ്ങളുടെ ദേഹത്തെ വ്യത്യാസപ്പെടുത്തി നിർത്തണം. ചിതി വിശ്രാമ്യധിഷ്ഠസി, എന്തിൽ നിന്ന് വ്യത്യാസപ്പെടുത്തണം? വേറെ ഒരു ദേഹത്തിൽ നിന്നല്ല, കാറ്റിൽ നിന്നല്ല, വെള്ളത്തിൽ നിന്നല്ല, ഭൂമിയിൽ നിന്നല്ല. ഈ ദേഹം, ജഡദേഹത്തെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്ന ഒരു ഉണർവുണ്ട്. ആ ഉണർവിനെ ഒറ്റതിരിച്ച് കാണാൻ നിങ്ങൾക്ക് പറ്റുമോ? വിളക്ക് കത്തുന്നു. ആ വിളക്ക് എന്ന് നമ്മൾ പറയുമ്പോൾ ലോഹം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു പാത്രം, ഭംഗിയായിട്ടുള്ളൊരു പാത്രമാണത്. അതിൽ എണ്ണ ഒഴിക്കണു, അതിൽ തിരിയിടണു. അപ്പോൾ അവിടെ വിളക്കുണ്ട്, എണ്ണയുണ്ട്, തിരിയുണ്ട്. പക്ഷേ അവിടെ കത്തുന്നു, അതിലൊരു നാളമുണ്ട്. ഈ നാളം ഈ മൂന്നുമല്ല. എന്നാൽ ഈ ഇല്ലാതെ ആ നാളമുണ്ടാവില്ല. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എൻ്റെ കൂടെ ഉണ്ടോ? ഈ മൂന്നെണ്ണം ഇല്ലാതെ നാളമില്ല. പക്ഷേ നാളം ഈ മൂന്നുമല്ല. വിളക്കിൻ്റെ കാര്യത്തിൽ ഈ നാലും നമുക്ക് വേർതിരിച്ച് കാണാം. അതിൻ്റെ ആ ലോഹഭാഗം കാണാം, പാത്രം, വിളക്ക്, എണ്ണയും കാണാം, തിരിയും കാണാം. അതിൽ കത്തിജ്വലിക്കുന്ന മൂന്നുമല്ലാത്ത നാലാമത്തെയും കാണാം. ശരീരത്തിൻ്റെ ഉള്ളിൽ ശരീരത്തിനെ നമുക്ക് കാണാം, തൊട്ട് മനസ്സിലാക്കാം. പക്ഷേ ശരീരത്തിൻ്റെ ഉള്ളിൽ ഉണർവ് രൂപത്തിൽ ശരീരത്തെ ഇതാ ഉണ്ട് എന്ന് പറഞ്ഞ് ഉണർത്തി തരുന്ന ആ ഉള്ളുണർവിനെ പ്രത്യക്ഷമായിട്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവിടെ എത്താൻ മനസ്സും ബുദ്ധിയും ആവശ്യമായി വരുന്നത്. എവിടെ പ്രത്യക്ഷമായിരിക്കുന്ന പ്രമാണം പ്രയോഗിക്കാൻ പറ്റില്ലയോ അവിടെ എത്താൻ ഉള്ളതാണ് പരോക്ഷം. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് അവിടെ എത്തിച്ചേരണം. നമ്മളെ ഉണർത്തുന്ന ഒരു ഘടകമുണ്ട്, ഉറക്കുന്ന ഒരു ഘടകമുണ്ട്. ആര് അല്ലെങ്കിൽ എന്ത് ഉറക്കിയോ ആ ഘടകം തന്നെയാണ് ഉണർത്തുന്നത്. അങ്ങനെ ഉറക്കുന്നതും ഉണർത്തുന്നതുമായ ദേഹമല്ലാത്ത ഒന്നുണ്ടപ്പാ. അതിനെ ദേഹത്തിൽ നിന്ന് വേറെടുത്തി തനിപ്പെട്ട് കാണാനും മനസ്സിലാക്കാനും പറ്റുമോ? പറ്റുമെങ്കിൽ ചിതി വിശ്രാമ്യതിഷ്ഠസി, ഞാൻ ഈ ദേഹമല്ല, ദേഹത്തിലുള്ള ഉണർവാണ്. ഞാൻ ചേതനാത്മകമാണ്, ചൈതന്യമാണ്, പ്രജ്ഞയാണ് എൻ്റെ സ്വരൂപം. ഞാൻ ചിത്താണ്, ചേത്യമല്ല എന്ന് പറഞ്ഞ് ആ ചിത്തിനെ ഗ്രഹിച്ച് അതിൽ വിശ്രമിക്കാൻ നിനക്ക് പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് ജനക മഹാരാജാവോട്. ചിതി വിശ്രാമ്യതിഷ്ഠസി. അപ്പം നിങ്ങൾ എന്തു വേണം? ഒരിടത്ത് ചെന്ന് ഇരിക്കണം. എവിടെ? നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു മുറിയിൽ. എന്നിട്ട് വാതിലും ജനലും അടയ്ക്കണം. തന്നെ അവിടെ ചെല്ലണം. എന്നിട്ട് ഇരിക്കണം, കൈകോർത്ത് മടിയിൽ വെച്ച് കണ്ണടച്ച്. എന്നിട്ട് നിങ്ങളങ്ങോട്ട് തെരഞ്ഞു പിടിക്കണം അപ്പം ആ ഉള്ളിലുള്ള ഉണർവിനെ. ശരീരമുണ്ടെന്ന് നമ്മളോട് പറയുന്നതും ഉണർത്തിത്തരുന്നതുമായ ഉണർവ് എന്താണോ കാലത്തെന്നെ ഉണർത്തിയത്, ഉറക്കത്തിൽ നിന്ന് ഉറങ്ങുന്നത് വരെ ഉണർത്തി നിർത്തിക്കൊണ്ടിരിക്കുന്നത്, ആ ഉണർവിനെ എനിക്ക് ഗ്രഹിക്കണം എന്ന് പറഞ്ഞ് ആ ഉണർവിൽ ഇങ്ങനെ നീന്തിക്കളിക്കുക. അതിലെങ്ങനെ നീന്തിക്കളിക്കും? എന്തെങ്കിലും ഒരു മന്ത്രമോ നാമമോ ഒക്കെ എടുത്ത് ജപിക്കുക എന്ന് പറയുന്നത് അതാണ്. പക്ഷേ പ്രബുദ്ധമതികൾക്ക് അത് വേണ്ട.
അവിടെ ഇപ്പോൾ തന്നെ പല വിചാരങ്ങളും ചിന്തകളും ഭാവങ്ങളും വികാരങ്ങളുമുണ്ട്. അതിനെ എല്ലാറ്റിനെയും ആസ്വദിച്ച്, എൻ്റെ വാക്കൊന്ന് ശ്രദ്ധിക്കുമപ്പാ നിങ്ങൾ, ആ വികാരങ്ങളെയും ഭാവങ്ങളെയും എല്ലാം ആസ്വദിച്ച് നുണഞ്ഞുകൊണ്ട്, അരേ എവിടെയാണ് ഈ ഭാവം, എവിടെയാണ് ഈ വികാരം, എവിടെയാണ് ഈ ആലോചന, എവിടെയാണ് വെറുപ്പ്, എവിടെയാണ് സ്നേഹം, എവിടെയാണ് അസൂയ? അകത്തൊന്നല്ലേ ഉള്ളൂ. ആ ഒന്നെങ്ങനെ പലതാകുന്നു? ഈ പലതിനെ പുറപ്പെടുവിക്കാൻ വേണ്ടി അത് എന്തെങ്കിലും വേഷം കെട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ശരീരത്തിൽ പല വേഷങ്ങൾ കെട്ടുന്നു, അതുപോലെ മനസ്സ് പല വേഷങ്ങൾ കെട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. പെട്ടെന്നല്ലേ ഓരോരോ വികാരങ്ങളും വിചാരങ്ങളും ജനിക്കുന്നത്. ആ ഒന്നെങ്ങനെ പലതാവുന്നു? ആ പലതായി പൊന്തിക്കിടക്കുന്നതിൽ നിങ്ങളങ്ങോട്ട് വിഹരിച്ച് അവസാനം ഈ ഉണർത്തിത്തരുന്നതും ഉണരുന്നതും എന്തിനും ഉണർത്തിത്തരുന്നുവോ അതും ഇതെല്ലാം കൂടി ഒന്നായി തീരുന്ന ഒരു വിശേഷ സ്ഥിതി വരും. അതാണ് നമുക്ക് ആവശ്യം. അതിന് നിങ്ങൾ അനുവദിക്കണം. അതിന് നിങ്ങൾ മനസ്സിനെയും ബുദ്ധിയെയും പ്രോത്സാഹിപ്പിക്കണം. മനസ്സിനെയും ബുദ്ധിയെയും അതിലേക്ക് നയിക്കണം. ആ ഒരു ലക്ഷ്യം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ തെളിയണം. എനിക്ക് ഒരിടത്തും പോകേണ്ടതില്ല, ഒരിടത്ത് ചെന്ന് ഗ്രഹിക്കേണ്ടതില്ല, പിടിക്കേണ്ടതില്ല. മാർക്കറ്റിൽ പോയി ഒരു സാധനം മേടിക്കുന്നത് പോലെ മേടിക്കേണ്ടതല്ല ഇത്, നടന്നെത്തേണ്ടതല്ല ഇത്. എൻ്റെ പ്രാപ്യസ്ഥാനം എൻ്റെ ദേഹത്തിൻ്റെ ഉള്ളിലാണ്. അത് ദേഹാംഗമല്ല, ഉണർവ് രൂപത്തിലുള്ളതാണ്. അതാണ് ഈ ഭാവം, അതാണ് ഈ വികാരം, അതാണ് ഈ വിചാരം, അതാണ് ഈ ഇച്ഛാശക്തി, അതാണ് ഈ പൗരുഷം. അതിൻ്റെ ഒരു ഭാവമാണ് ഭക്തി, അതിൻ്റെ ഒരു സങ്കല്പമാണ് ഈശ്വരൻ, അതിൻ്റെ സാക്ഷിയായി നിൽക്കുന്ന ഭാവമാണ് ആത്മാ, ഞാൻ, താൻ. ഇരിക്കണവിടെ കണ്ണടച്ചിരിക്കണപ്പാ. ഉള്ളിൽ നടക്കുന്ന കോലാഹലം മുഴുവനും നോക്കിക്കാണൂ. ഒരു പട്ടം കയ്യിൽ പിടിച്ച് പറപ്പിക്കുമ്പോൾ അത് പലയിടത്തും പാറി പോവും. ആ പോകുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ചരടിൻ്റെ ബലത്തിലാണ്. ആ ചരട് പൊട്ടിയാൽ അവൻ താഴത്താ. നമ്മുടെ മനസ്സിലുള്ള വിചാരങ്ങൾ മുഴുവൻ വരുന്നത് മനസ്സോടുകൂടിയുള്ള കണക്ഷൻ നിലനിർത്തിക്കൊണ്ടാണ്. മനസ്സിലാണതിൻ്റെ കണക്ഷൻ. മനസ്സാണ് മനനം ചെയ്യുന്നത്. ആ മനനത്തിൻ്റെ പ്രകാരഭേദങ്ങളാണ് നാം വിചാരം എന്നൊക്കെ പറയുന്നത്. മനസ്സാണതിൻ്റെ ഉറവിടം. ആ ഉറവിടവും അതിൽ നിന്ന് പുറപ്പെടുന്ന പ്രതികരണങ്ങളോ വിഭവങ്ങളോ അതിനൊന്ന് നോക്കി കാണൂ നിങ്ങൾ. അത് ആസ്വദിക്കൂ. എപ്പോഴും എണീറ്റ് കഴിഞ്ഞാൽ ഇതാ നമ്മുടെ നില. കണ്ണുകൊണ്ടും കാതുകൊണ്ടും മൂക്കുകൊണ്ടും നാവുകൊണ്ടും തൊക്കുകൊണ്ടും ലോക വസ്തുക്കളുമായി ബന്ധപ്പെട്ട് ചങ്ങലയായിട്ടങ്ങനെ വളർന്നു വരിക. ആ നിലയങ്ങോട്ട് നിർത്തുക. എന്നാൽ നമ്മുടെ ഉള്ളുണർവിൻ്റെ ആ ഭാഗത്തൊന്ന് നോക്കിയിട്ട് അവിടുന്ന് തെരഞ്ഞു പിടിക്കുക. യതി ദേഹം പൃഥകൃത്യ ചിതി വിശ്രാമ്യതിഷ്ഠസി അധുനൈവ സുഖീ ശാന്തോ. നമ്മുടെ മനസ്സും അതിൽ നടക്കുന്ന കോലാഹലങ്ങളുമെല്ലാം ഒന്ന് ഉപശമിച്ചു, ശാന്തമായി. ഇന്നെൻ്റെ മനസ്സിൻ്റെ കോലാഹലം മുഴുവൻ കഴിഞ്ഞു. 10 മിനിറ്റ് അവൻ വല്ലാതെ ആലോചിച്ചു, പരിഭ്രമിച്ചു, പിടിച്ചു, വലിച്ചു, ഉന്തി, തള്ളി, ചാടി, ഓടി. ഇതൊക്കെ കഴിഞ്ഞതാ ശാന്തമായിരിക്കുന്നു. അവിടെ തന്നെ ഇരിക്കും. ചിതി വിശ്രാമ്യ തിഷ്ഠസി. ഈ കോലാഹലം മുഴുവൻ എവിടുന്നാ പുറപ്പെട്ടത്? മനസ്സിൽ നിന്ന്. എവിടെയായിരുന്നു അത്? മനസ്സിൽ. ഇപ്പോഴോ അതെല്ലാം ഉപശമിച്ചു, അതേ മനസ്സിൽ. അപ്പം മനസ്സ് വിട്ട് ഇവിടെ ഒരു വസ്തുവില്ല. എല്ലാ വസ്തുക്കളും മനസ്സിൻ്റെ പ്രതിഭാസമാണ്, പ്രകടനമാണ്, അതിൻ്റെ അഭിവ്യക്തികളാണ് എന്ന് മനസ്സിലാക്കി ഉറച്ചങ്ങനെ ഇരിക്കുക. അധുനൈവ സുഖീ ശാന്തോ. അങ്ങനെ വന്നാൽ ഈ നിമിഷത്തിൽ തന്നെ ജനക മഹാരാജാവേ താൻ സുഖിയാവും. ബന്ധമുക്തോ ഭവിഷ്യസി. ആ സുഖം വേണ്ടതുപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബന്ധനമുക്തിയായി. ഇതാണ് അഷ്ടാവക്ര സംഹിതയുടെ കാതലായിട്ടുള്ള ഉപദേശം.
അതിൻ്റെ വർണ്ണനകളും വിവരണങ്ങളും വ്യാഖ്യാനങ്ങളും വിസ്താരങ്ങളും വിശാലതകളുമാണ് ബാക്കി എല്ലാ അധ്യായങ്ങളും. നമ്മൾ 5-ാമത്തെ അധ്യായത്തിൽ പോവാൻ നിങ്ങളുടെ കയ്യിലില്ലേ? നദേ സംഗോസ്തി കേനാഭി കിം ശുദ്ധ ത്യക്തുമിച്ഛസി സംഘാത വിലയം കുർവൻ ഏവമേവ ലയം വ്രജ. നദേ സംഗോസ്തി കേനാഭി. നിങ്ങൾക്ക് ഞാൻ ചൊല്ലാൻ ഒരു അവസരം തരികയാണപ്പാ, അത് ഉപയോഗിക്കൂ, അതെങ്കിലും ചെയ്യൂ. വീട്ടിൽ പോയാലോ ചൊല്ലില്ല. നദേ സംഗോസ്തി കേനാഭി കിം ശുദ്ധഃ ത്യക്തുമിച്ഛസി സംഘാത വിലയം കുർവൻ ഏവമേവ ലയം വ്രജ. 18 കൊല്ലമാണ് നാം ഇവിടെ ഭഗവത്ഗീത കേട്ടത്. 18 കൊല്ലം. 5 കൊല്ലം അഷ്ടാവക്ര ഗീതയും കേട്ടു. ഇത് 6-ാമത്തെ കൊല്ലമാണ്. ഇവിടെ നാം പറയാൻ പോകുന്നത് നിങ്ങളൊക്കെ ബന്ധിതരാണ്, ദുഃഖിതരാണ്. നിങ്ങൾ ഒരു കാലത്ത് നേരെയാവില്ല. യാചകന്മാരെ പോലെ പ്രാർത്ഥിച്ച് കഴിഞ്ഞോളൂ, വല്ലതും കിട്ടുക. അതല്ല ഇവിടുത്തെ സംഭാഷണ വിഷയം. നിങ്ങൾക്ക് ബന്ധമില്ല, നിങ്ങൾ സ്വതന്ത്രരാണ്. നിങ്ങൾക്ക് ജ്ഞാനം തേടേണ്ടതില്ല. നിങ്ങളുടെ സ്വഭാവമാണ് അറിവ്, നിങ്ങളുടെ സ്വഭാവമാണ് മുക്തി. നിങ്ങൾ പിച്ചകളല്ല, പ്രഭുക്കളാണ്. നിങ്ങൾ തേടുന്നവരല്ല, സിദ്ധന്മാരും സിദ്ധിച്ചവരുമാണ്. അതാണ് അഷ്ടാവക്രൻ്റെ അഷ്ടാവക്ര സംഹിതയുടെ ഉപദേശത്തിൻ്റെ മാറ്റം. നീ നേരെയാവില്ല. അനേക ജന്മത്തിൻ്റെ പാപം ആ ഭാണ്ഡൻ്റെ അതൊന്നും ഇവിടെ പറയില്ല. നിനക്ക് ഭാണ്ഡമോ? ഈ ദേഹം തന്നെ നിൻ്റെയല്ല. അപ്പോൾ പിന്നെ ബാക്കിയുള്ളത് നിൻ്റെ ആവുമോ? സത്യം മനസ്സിലാക്ക്, ഉള്ളിലേക്ക് നോക്ക്, മനസ്സിലാക്ക് എന്ന് ഉപദേശിക്കുന്നതാ. നദേ സംഗോസ്തി കേനാഭി. എൻ്റെ ജനക മഹാരാജാവേ, അങ്ങയ്ക്ക് ഒന്നിനോടും കൂടി സംഘമില്ല, ഒന്നിനോടും കൂടി സംഘമില്ല. കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞു സംഘം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ഒട്ടല്. നിങ്ങളെല്ലാവരും ടാപ്പിൽ വെള്ളം ഉപയോഗിക്കുന്നവരാ. ആ വെള്ളം എല്ലാവരുടെ ടാപ്പിൽ കൂടി ഒഴുകണു. അത് ബാത്റൂമിലുണ്ട്, ടോയ്ലറ്റിലുണ്ട്, അടുക്കളയിലുണ്ട്, മറ്റ് സ്ഥലങ്ങളിലുമുണ്ട്. ഇങ്ങനെ പല വിധത്തിലുള്ള ഉപയോഗങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്ന ഈ ജലം എല്ലാ പൈപ്പുകളിലും ഓടുന്ന വെള്ളം, അതിന് ഏതെങ്കിലും ഒരു പൈപ്പോ ടാപ്പോ ആ ചെയ്യുന്ന പ്രവൃത്തിയുമായിട്ട് ബന്ധമുണ്ടോ? എന്താ ഇവരും മിണ്ടാതെ? ഒന്ന് ഉറപ്പിച്ച് പറയുന്നപ്പാ. വെള്ളത്തിന് പോലും ബന്ധമില്ലെങ്കിൽ ഉണർവായിരിക്കുന്ന നിങ്ങൾക്കാണോ ബന്ധം? ഒന്ന് പറയുന്നപ്പാ മറുപടി. പഞ്ചഭൂതങ്ങളിൽപ്പെട്ടതാണ് വെള്ളം. ഭൂമിക്ക് ബന്ധമുണ്ടാവാം, വെള്ളത്തിന് ബന്ധമുണ്ടാവാം, കാറ്റിനുമുണ്ടാവാം, അഗ്നിക്കുമുണ്ടാവാം, ഒരു പക്ഷേ ആകാശത്തിന് പോലും ഉണ്ടാവാം. ഇല്ല. അപ്പം പഞ്ചഭൂതങ്ങളെക്കാൾ സൂക്ഷ്മമായി പഞ്ചഭൂതങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന ഉണർവ് വിശേഷത്തിനാണോ പിന്നെ ഒട്ടൽ? ഈ ചോദ്യം ബുദ്ധിയിൽ നിന്ന് എടുത്തെറിയുന്നതാണ്. അതിന് ബുദ്ധി കൊണ്ട് മറുപടി പറയും. നിങ്ങളുടെ ഉള്ളിലുള്ള ഉണർവ് എന്തെങ്കിലും ഒരു വസ്തുവോടോ ഒരു ഗുണത്തോടോ ഒട്ടുവോ? ആ, ഇനി മാറരുത് നിങ്ങൾ. ഒട്ടലില്ല അതിന്. പിന്നെ എന്തിനായി ഉണ്ടാക്കണത്? ചാവാത്തവരെ കൊന്ന് ശ്രാദ്ധൂട്ടുന്ന പോലെയല്ലേ അത്? ആരും മരിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയായി ശ്രാദ്ധം? ആർക്കായി ശ്രാദ്ധം? അവരവർക്ക് വേണമെങ്കിൽ കൂട്ടിക്കോളും. അതിൻ്റെ പേരും പറഞ്ഞ് കാക്കയ്ക്കൊക്കെ കുറച്ച് കൊടുക്കണത് വളരെ വിശേഷം. അല്ലെങ്കിൽ കൊടുക്കില്ലല്ലോ. ആരാ നിങ്ങൾ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക? ശ്രാദ്ധത്തിനാണെങ്കിൽ തർപ്പണവും ബിഡൊക്കെ കൊച്ച് കാക്ക വന്ന് കൊണ്ടുപോകും. ആ ദിവസം മാത്രമേ പാവം കാക്കയ്ക്ക് കിട്ടുള്ളൂ. പിന്നെ ഒരു ദിവസവും കൊടുക്കില്ല. നിങ്ങൾ എന്നും പക്ഷികൾക്ക് കൂട്ടുന്നവർക്ക് പിന്നെ ശ്രാദ്ധത്തിൻ്റെ ആവശ്യമില്ല. വളരെ വിശേഷമാണ്. ആർക്കായി ശ്രാദ്ധം? ശരീരമാണെങ്കിൽ ദഹിപ്പിച്ചു. ശരീരമല്ലാത്ത ജീവന് ശ്രാദ്ധമുണ്ടോ? എന്താ വരുമുണ്ടാത്ത? അതിന് ഒന്നിനോടും കൂടി സംഘമില്ല എന്ന്. നദേ സംഗോസ്തി കേനാഭി
കിം ശുദ്ധ ത്യക്തുമിച്ഛസി, നീ പരമശുദ്ധനാണ്, പരമപവിത്രനാണ്, ആകാശത്തേക്കാൾ പവിത്രതയും ശുദ്ധതയുമാണ് നിനക്ക്. അങ്ങനെ ഒരാൾ കിം ശുദ്ധ ത്യക്തുമിച്ഛസി, എനിക്ക് സംഘമുണ്ട്, ആ സംഘം ഞാൻ വിടാൻ പോണു. നിങ്ങൾക്കിത് കേൾക്കാൻ ഇഷ്ടമുണ്ടോ? ഒന്ന് പറയണപ്പാ, എനിക്ക് സംശയം തോന്നുകയാണ്. അത്ര വിശേഷപ്പെട്ട ജ്ഞാനാണത്. ഇത് ഡിസ്കസ് ചെയ്യാമോ ഇങ്ങനെ തുറന്നതെന്ന് പോലും ഞാൻ സംശയിക്കാറുണ്ട്. കിം ശുദ്ധ ത്യക്തുമിച്ഛസി, നീ എന്ത് വിടാനായി പുറപ്പെടുന്നത്? വിടൽ 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 എന്നൊരു വാക്കുണ്ട്. വിടണം വിടണം, സന്യാസം സന്യാസം, വിടണം വിടണം. എന്തിനായി വിടണത്? വീട് വിട്ടു ആശ്രമത്തിൽ, ആശ്രമം വിട്ടു കാട്ടിൽ പോയി. എന്തിനാണ് നമ്മൾ വിടണത്? ഭൂമിയെ വിടുന്നുണ്ടോ? കാറ്റിനെ വിടുന്നുണ്ടോ? വെള്ളത്തിന് വിടുന്നുണ്ടോ? ഈ വിട്ടു വിട്ടു എന്ന് പറയുന്നത് അപ്പം എന്താ? എന്തിനാണ് ഈ വിടാൻ പോകുന്നത്? നമുക്ക് ബന്ധമേ ഇല്ലെങ്കിൽ പിന്നെ മോക്ഷത്തിന് വേണ്ടി വിടലുണ്ടോ? അപ്പോൾ ബന്ധം മോക്ഷം എന്നുള്ള വ്യത്യാസ ബുദ്ധിയെ വിട്ടുകളയൂ, അതിനെ അതിജീവിക്കൂ. കിം ശുദ്ധസ്ത്യക്തുമിച്ഛസി സംഘാതവിലയം കുർവൻ ഏവമേവ ലയം വ്രജ. നമ്മുടെ ഈ സംഘാതത്തെ തന്നെ മനസ്സിലാക്കണം. ഈ ശരീരം എന്ന പഞ്ചഭൂതങ്ങളുടെ ഒരു സംഘാതമാണിത്. ആ സംഘാതത്തിനോട് നമുക്ക് സംഘമുണ്ട് സംഘമുണ്ട് എന്ന് നമ്മൾ പറയുന്നു. വാസ്തവത്തിൽ നിങ്ങൾക്കൊരു ശരീരമുണ്ടോ? എൻ്റെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾക്ക് വാസ്തവത്തിൽ നിങ്ങൾ ശരീരമാണോ? അല്ല, നിങ്ങൾക്കൊരു ശരീരമുണ്ട്. അത് തന്നെ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ആരാ മറുപടി പറയുക? എൻ്റെ മനസ്സിലും ഉണ്ട് എന്ന് തോന്നുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്കൊരു ശരീരമുണ്ടോ അതോ ശരീരമുണ്ടെന്നുള്ള തോന്നലുണ്ടോ? ഒന്ന് പറയുന്നപ്പാ. തോന്നലേ ഉള്ളൂ. ഉറങ്ങുമ്പോൾ എവിടെ പോയി? ഉറങ്ങുമ്പോൾ എവിടെ പോയി? ഒരു സാധനം ഉണ്ടെങ്കിൽ എപ്പോഴും ഉണ്ടാവണ്ടേ? 24 മണിക്കൂറിൽ 17 മണിക്കൂർ ശരീരമുണ്ട്, 7 മണിക്കൂറില്ല. അപ്പോൾ ഉണ്ടില്ല എന്ന് പറയുന്ന ഒരു സാധനമാണല്ലോ ഈ ശരീരം. അങ്ങനെ ശരീരം പോലും നിനക്കില്ലാതിരിക്കെ, നീ അല്ലാതിരിക്കെ, അതിനെപ്പറ്റി ഒരു ഭ്രമിതമായ തോന്നൽ മാത്രം നിലനിൽക്കേ, നീ എന്തു വേണം? ആ വ്യത്യാസബുദ്ധിയും ദേഹമാണ് ഞാൻ എന്നുള്ള വിചാരവും ഈ സംഘാതമാണ് ഞാൻ, അതേ ചൊല്ലി എനിക്ക് ഒട്ടലുണ്ട്. ആരോട്? മക്കളോട്, കല്യാണം കഴിച്ചവരോട്, പെറ്റു വളർത്തിയവരോട്, അയൽക്കാരോട്. എന്തായി പറയും? നീ ഉണർവ് അതിസൂക്ഷ്മമാണ്. അത് എന്തിനോടെങ്കിലും ഒട്ടുമോ? എന്താ അവർ മിണ്ടാതെ? ഈ ഉണർവ് അതിസൂക്ഷ്മമാണ്, ആകാശത്തേക്കാൾ സൂക്ഷ്മമാണ്. അത് ഒട്ടുമോ? പിന്നെ ആരാ ഈ ഒട്ടണത്? എവിടെയാ ഈ ഒട്ടൽ? ഈ ഒട്ടൽ എന്ന് പറയുന്ന ഒരു തോന്നലാണ്. അറിവില്ലാത്ത സമയത്തിലാണ് ഈ ഒട്ടൽ. അറിവുള്ള സമയത്ത് ഒട്ടൽ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒട്ടൽ 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 സംഘം 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 എന്നുള്ള ആ വിചാരമുണ്ടല്ലോ, അതിനെ ലയം വ്രജ. അതെവിടെ ഉത്പത്തിയാവുന്നുവോ ആ മനസ്സിൽ തന്നെ അത് വിലയം പ്രാപിക്കട്ടെ. മനസ്സിൽ ഉദിക്കുന്ന പ്രത്യയം മനസ്സിൽ തന്നെ അസ്തമിക്കട്ടെ. വേറെ എന്നുള്ള തോന്നൽ അവിടെ തന്നെ അതിനെ കുഴിച്ചു മൂടൂ. വ്യത്യാസ ബുദ്ധിയെ നിശേഷം നിശേഷം എന്നേക്കുമായി വിട്ടുകളയൂ. എനിക്കിവിടെ വിടാനും ഗ്രഹിക്കാനും ഒന്നുമില്ല, പിടിക്കാനും പിടിക്കാതിരിക്കാനും ഒന്നുമില്ല, കിട്ടാനും കൊടുക്കാനുമില്ല. ഞാൻ സ്വച്ഛനാണ്, സ്വതന്ത്രനാണ്. എന്തുകൊണ്ട്? ഞാൻ ഉണർവാണ്. അതുകൊണ്ട് ഉണർവ് അതിൻ്റെ സ്വഭാവവിശേഷത്താൽ തന്നെ, അതിൻ്റെ പ്രകൃതത്താൽ തന്നെ അത് ശുദ്ധമാണ്, ബുദ്ധമാണ്. ഇത് സാധ്യമാണോ സ്വാമിജി? ഇത് സാധ്യമാണോ? ഞങ്ങൾക്ക് ആർക്ക്? ഈ പ്രാപഞ്ചികർക്ക്. പേരിന് എനിക്കൊരു സന്യാസി വേഷമുണ്ട്. അപ്പോൾ സ്വാമിജി സന്യാസിയാണല്ലോ. അപ്പോൾ ഞങ്ങളൊന്നും അതല്ലല്ലോ. ഞാൻ സന്യാസിയാണെങ്കിൽ എന്നെ പെറ്റു വളർത്തിയത് ആരാപ്പാ? ഒന്ന് പറയും. ഗൃഹസ്ഥൻ്റെ മകനാണ് ഞാൻ, ഗൃഹസ്ഥന്മാരുടെ. അവിടെയാണ് വളർത്തിയത്. ആ വളർത്തിയ സംസ്കാരത്തിൻ്റെ പേരിലാണ് ഞാൻ സന്യസിച്ചത്. എൻ്റെ സന്യാസം അപ്പോൾ ഗൃഹസ്ഥന്മാരുടെ സമ്മാനവും സംഭാവനയുമാണ്. ഒരു സന്യാസിക്ക് ജന്മം നൽകാൻ സാധിച്ച ഗൃഹസ്ഥന്മാർ ആ സന്യാസിയേക്കാൾ ശ്രേഷ്ഠരാണോ അല്ലയോ?
അപ്പം നിങ്ങൾ എന്തിനാണ് നിങ്ങളെ ഇടിച്ചു താഴ്ത്തുന്നത്? ഈ തത്വമനനം ആര് ചെയ്യുന്നുവോ അവരാണ്. ഇപ്പോൾ സന്യസിച്ചു, ഈ തത്വമനനം പറ്റില്ലെങ്കിലോ? സക്താഃ കർമ്മണ്യ വിദ്വാംസോ യഥാ കുർവന്തി ഭാരത കുര്യാദ് വിദ്വാംസ്തഥാ സക്തഃ ചികീർഷുഃ ലോകസംഗ്രഹം. 3-ാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ ഒരു ശ്ലോകം പറയുന്നുണ്ട്. ആരുടെ ശ്രദ്ധയിലും ഇത് പെടില്ല. നിങ്ങൾ പലയിടത്തും പോയിക്കോളൂ, ആരും ഇത് പ്രത്യേകിച്ച് ഒറ്റ തിരിച്ച് പറയുന്നുണ്ടാവില്ല. സക്താഃ കർമ്മണ്യ വിദ്വാംസോ യഥാ കുർവന്തി ഭാരത. അല്ലേ ഭാരത, വളരെ ഒട്ടലോടുകൂടി ശക്തിയോടുകൂടി സംഘത്തോടുകൂടി അജ്ഞാനികൾ എത്രയെല്ലാം കർമ്മം ചെയ്യുന്നുവോ, എങ്ങനെയെല്ലാം കർമ്മം ചെയ്യുന്നുവോ, എത്ര ശ്രദ്ധയോടുകൂടി ചെയ്യുന്നുവോ അതേപോലെ 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 ജ്ഞാനിയും ചെയ്യണം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇല്ല ഇല്ല. അജ്ഞാനികൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവോ അതേപോലെ ജ്ഞാനികളും പ്രവർത്തിക്കണം, അതേപോലെ ജ്ഞാനികളും പ്രവർത്തിക്കണം. അപ്പോൾ പ്രവൃത്തിയിൽ നിന്ന് ഒഴിവാവേണ്ട ആവശ്യമില്ല, അത് സാധ്യവുമല്ല. എന്താ കാരണം? പ്രകൃതേഃ ക്രിയമാണോ നഹി കശ്ചിക്ഷണമപി ജാതുതിഷ്ഠത്യകർമ്മകൃത് കാര്യതേ ഹ്യവശകർമ്മ സർവപ്രകൃതിജൈർഗുണൈ. 3-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു നിമിഷം പോലും ഒരാൾക്ക് പ്രവർത്തിക്കാതെ ഇരിക്കാൻ പറ്റില്ല. പ്രകൃതി എല്ലാവരെയും പിടിച്ച് ഇറുക്കിയിരിക്കുകയാണ്, ബന്ധിച്ചിരിക്കുകയാണ്, ഇറുക്കിയിരിക്കുകയാണ്, ബന്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രകൃതിയാണ് നമ്മളെ പ്രവർത്തിപ്പിക്കുന്നത്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് പറ്റില്ല എന്ന്. അപ്പോൾ പിന്നെ അറിവില്ലാത്തവർ എങ്ങനെ പ്രവർത്തിക്കുന്നുവോ അതുപോലെ തന്നെ അറിവുള്ളവനും പ്രവർത്തിക്കണം. പക്ഷേ വ്യത്യാസം എവിടെയാ? പ്രവൃത്തിയിലല്ല, പ്രവൃത്തിയിലല്ല. കുര്യാദ് വിദ്വാംസ്തഥാ സക്തഃ ചികീർഷുഃ ലോകസംഗ്രഹം. സംഘമില്ലാതെ പ്രവർത്തിക്കണം. പ്രവൃത്തിയിലല്ല മാറ്റം, സംഘമില്ലാത്തതിലാണ് മാറ്റം. സാധാരണക്കാർക്ക് സംഘമുണ്ട് അജ്ഞാനത്താൽ. ഇത് ജ്ഞാനവും പ്രബുദ്ധതയും ഉള്ളതിൻ്റെ പേരിൽ ആ സംഘത്തെ എടുത്ത് കളഞ്ഞ് സംഘരഹിതരായി പ്രവർത്തിക്കണം. ആ പ്രവർത്തിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താവണം? ചികീർഷുഃ ലോകസംഗ്രഹം. ഒന്ന് പറയും. ചികീർഷുഃ ലോകസംഗ്രഹം. ഈ ലോകം കർമ്മനിബിഡമാണ്, കർമ്മസങ്കുലമാണ്. ഇതിലൊരു അണുപോലും അനങ്ങാതെയിരിക്കുന്നില്ല, ഒരു ഗ്രഹം ഗോളം പോലും അനങ്ങാതെയിരിക്കുന്നില്ല. എല്ലാം അനങ്ങിക്കൊണ്ടും ചലിച്ചുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടും ഇരിക്കുന്നതാണ്. ആ ലോകചക്രത്തിനെ അനുസരിച്ച് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞാനും ഇതാ പ്രവർത്തിക്കുന്നു. അല്ലാണ്ട് എൻ്റെ കുടുംബത്തിന് വേണ്ടിയല്ല, കുട്ടികൾക്ക് വേണ്ടിയല്ല, വെറും സമാജത്തിൻ്റെ ഒരു സെഗ്മെൻറ്റിന് വേണ്ടിയല്ല. ലോകനന്മയ്ക്ക്, ലോകമംഗളത്തിന്, ലോകമംഗളം ഇച്ഛിച്ചുകൊണ്ട് വേണം പ്രവർത്തിക്കാൻ. സംഘമുണ്ടാകുകയും അരുത്. അപ്പം പ്രവൃത്തിയിലല്ല മാറ്റം, പ്രവൃത്തിയോടുള്ള മനോഭാവത്തിലാണ് മാറ്റം. അതാണ് ജ്ഞാനം. മനസ്സിലായോ നിങ്ങൾക്ക്? കൃഷ്ണൻ ഈ ശ്ലോകം പറയുമ്പോൾ അതുപോലെ ആവാൻ പറ്റുന്നല്ലേ അർത്ഥം? അതോ പറ്റാത്തൊരു കാര്യമാണോ കൃഷ്ണൻ പറയണത്? മാത്രമല്ല, കൃഷ്ണൻ ഗൃഹസ്ഥനായിരുന്നു. ആ കൃഷ്ണൻ അതുപോലെയാണ് പ്രവർത്തിച്ചത്. ഇങ്ങനെയായിരുന്നു കൃഷ്ണൻ അടിമുടി വരെ. ഞാൻ അടുത്ത കാലത്ത് ഒരു പുസ്തകം എഴുതി, അത് റിലീസ് ചെയ്ത് ഇവിടെ കൗസ്തുഭത്തിൽ വെച്ചിട്ടാണ് അടുത്ത കാലത്ത്. അതിന് പേരെന്താ? ധർമ്മകൽപ്പദ്രുമം എന്നാണ്. രസകരമാണ്. നിങ്ങൾ അതിൻ്റെ മുഖവുര വായിച്ചു നോക്കൂ, അപ്പോൾ അറിയാം. ഓണം വരാനൊരു മൂലം എന്നുള്ള പേരിലാണ് ഒരു മുഖവുര എഴുതിയിരിക്കുന്നത്. ബംഗളൂരിലെ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനൊരു മുഖവുര എഴുതാൻ പറഞ്ഞു. ഭാഗവതമാണ്. പക്ഷേ സ്വാമിജി സാധാരണ ഭാഗവതത്തെ പറ്റി എഴുതുക എല്ലാവരും, അത് വേണ്ട. സ്വാമിജി ഭാഗവതത്തിലുള്ള കഥാപാത്രങ്ങളെ ഒന്ന് വിലയിരുത്തി പഠിച്ച് ഒരു വിശകലനം ചെയ്തൊന്ന് എഴുതാമോ എന്ന്. ഗോപാലകൃഷ്ണ, എനിക്കിത് മനസ്സിലുള്ളതാണ്, വളരെ കാലമായിട്ട് എഴുതണമെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രത്യേകിച്ചും ഭീഷ്മനെ പറ്റി, ദ്രൗപദിയെ പറ്റി എനിക്ക് എഴുതണമെന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് നടക്കില്ല. അത് മാത്രമല്ല, എഴുതി തുടങ്ങിയാൽ അത് എവിടെയൊക്കെ ചെല്ലും എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ എഴുതി തുടങ്ങി. പിന്നെ വിളിച്ചു ചോദിക്കുമ്പോൾ, ഗോപാലകൃഷ്ണ, ഇതൊരു മുഖവുരയിൽ എങ്ങനെയാണ് ചേർക്കുക?
50 പേജ് 55 100 പേജായി. ഇപ്പോൾ മുഖവുരയ്ക്ക് പറ്റുമോ? എത്രയുണ്ടെങ്കിലും എനിക്കതിൽ ചേർക്കണം എന്ന് പറഞ്ഞു. ഗോപാലകൃഷ്ണ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ഞാൻ വേറെ ഒരു മുഖവുര എഴുതി തരാമെന്ന് പറഞ്ഞ് മുഖവുര എഴുതി കൊടുത്തത് അത് തുടർന്ന് എഴുതി. അതിൽ 5 പേരെയാണ് ചിത്രീകരിക്കുന്നത്. ആദ്യമായിട്ട് വ്യാസദേവൻ. ഈ വ്യാസനെപ്പറ്റി നമുക്ക് ഒന്നും അറിയില്ല. പെട്ടെന്ന് ജനിച്ചു ഒരു ദ്വീപിൽ, കൃഷ്ണദ്വൈപായനൻ എന്ന് പേരും കിട്ടി. അച്ഛനും അമ്മയും 2 പേര് ആ കുട്ടിയെ ഉപേക്ഷിച്ചു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മൾ പിന്നെ വ്യാസദേവനെ കാണുന്നത് ഒരു കുടീരവാസിയായി, വലിയ ഒരു മഹർഷിയായി, ഒരു തപോധനായിട്ടാണ് കാണുന്നത്. ഈ കുട്ടിയെ ആരാ എടുത്തത്? ആരാ വളർത്തിയത്? ദേഹവളർച്ച എവിടെ നടന്നു? വിജ്ഞാന വളർച്ച എവിടെ നടന്നു? ഒന്നും നമുക്കറിയില്ല. അദ്ദേഹം വേദങ്ങളെ മുഴുവൻ സമ്പാദനം ചെയ്ത് ഉണ്ടാക്കി പലർക്കും വിതരണം ചെയ്തു. അവസാനം ശ്രീമദ് ഭാഗവതം എഴുതി. അതിന് മുമ്പ് മഹാഭാരതം എഴുതി. 1,25,000 ശ്ലോകങ്ങളുള്ളത്. അതിൽപ്പെട്ടതാണ് ഭഗവത്ഗീത. ബ്രഹ്മസൂത്രം എഴുതി. ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇത്രയും മഹത്തായിരിക്കുന്ന ഒരു ബുദ്ധിവൈഭവം, ഉൾവ്യക്തിത്വം, അത് വളർന്നു വന്നത് എങ്ങനെയാണപ്പാ? ഒരാൾക്കും അറിയില്ല. ഒരു അജ്ഞാത ശിശുവാണ് ഈ ലോകോത്തര സാഹിത്യം രചിച്ചിരിക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ എന്താണ് ബന്ധം? എൻ്റെ മനസ്സിൽ തോന്നി. മഹാത്മ്യം വേണമെങ്കിൽ അച്ഛനമ്മമാരുടെ കീഴിലല്ല വളരേണ്ടത് എന്നുണ്ടോ? അച്ഛനമ്മമാർ വളർത്തിയാൽ നമുക്ക് വേണ്ടത്ര ഗുണമുണ്ടാവില്ല എന്നുണ്ടോ? എന്താ ഈ വ്യാസദേവന് മാതൃപിതൃത്വം തീരെ നിഷേധിക്കപ്പെട്ടത്? അങ്ങനെ മാതാവും പിതാവും ഇല്ലാതെയായ ഒരു കുട്ടി എങ്ങനെയെങ്കിലും മരിച്ചു പോവുക, അങ്ങനെയാണല്ലോ പതിവ്. ഇതെന്താ മറിച്ചായത്? ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താ? പ്രകൃതി നമ്മളോട് പറയുന്നത് എന്താ ഈ വ്യാസദേവനിലൂടെ എന്നിങ്ങനെ ആലോചിക്കുന്ന ഒരാളാണ് ഈ ഭൂമാനന്ദ സ്വാമിജി. ആദ്യം അദ്ദേഹത്തെ പറ്റിയാണ് എഴുതിയത്. മഹാഭാരതവും ശ്രീമദ് ഭാഗവതവും ഒക്കെ എഴുതണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു തപോ വൈഭവം അദ്ദേഹത്തിന് കിട്ടണം. പ്രകൃതിയുടെ ഹസ്തങ്ങൾ തന്നെ വേണം ആ കുഞ്ഞിനെ താലോലിച്ച് വളർത്താൻ. മനുഷ്യഹസ്തങ്ങളിൽ വളർന്നാൽ പറ്റില്ല. എവിടെയോ അവിചാരിതമായി, അചിന്ത്യമായി, അജ്ഞാതമായിട്ടുള്ളൊരു വളർച്ചയാണ്. അച്ഛനും അമ്മയും ഉപേക്ഷിച്ചാൽ പിന്നെ നമ്മളെ വളർത്താൻ ആരുണ്ടപ്പാ? നമ്മളുടെ എല്ലാവരുടെയും അമ്മ അവസാനം ഈ മണ്ണാണ്. ഭൂജനനിയാണ് നമ്മുടെ ജനനി. പഞ്ചഭൂതങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ. ആ പഞ്ചഭൂതങ്ങൾ തന്നെ നമ്മളെ വളർത്തിയാൽ നമ്മുടെ വൈഭവം എത്രയുണ്ടാവുമെന്ന് ആലോചിക്കൂ. ഒരു കൃഷ്ണൻ ജനിക്കാൻ വേണ്ടി എന്തൊക്കെ ഉണ്ടായി ആ ദേവകി. 7 പ്രസവം. പാവം എത്ര കാലം പിടിച്ചു? 8-10 കൊല്ലം പിടിച്ചിട്ടുണ്ടാവില്ലേ? ആ 10 കൊല്ലം ദേവകിയുടെ ഹൃദയത്തിലും മനസ്സിലും മസ്തിഷ്കത്തിലും നടന്ന തപസ്സ ഒന്ന് അളക്കാൻ നമുക്ക് പറ്റുമോ? എന്നിട്ടാണ് ഒരു കുട്ടി ഉണ്ടായത്, കൃഷ്ണൻ. ആ കുട്ടിയെ വളർത്താനും കിട്ടിയില്ല. പാവം. എന്നെ കൊണ്ടാക്കൂ അമ്പാടിയിൽ എന്ന് പറഞ്ഞു. അവിടെ പശുവിൻ്റെ പാലും കുളമ്പിൻ്റെ പൊടിയും കൊമ്പുമൊക്കെ ആയിട്ട് വനമാലയും പാട്ടും ഊതലും ഒരു മുളയുടെ ഒരു പൈപ്പും കിട്ടി. അത് തുളച്ചുണ്ടാക്കി ഊതി. അങ്ങനെയാണ് കഴിഞ്ഞു കൂടിയത്. അതാണ് കൃഷ്ണൻ്റെ മഹിമ. നിങ്ങൾ വിചാരിക്കും എൻ്റെ കുടുംബത്തിൽ വളർന്ന കുട്ടികളാണ് ഖേമന്മാരും ഖേമിമാരെന്ന്. ആലോചിച്ച് നോക്കൂ, കൃഷ്ണൻ്റെ കേമത്വം എവിടുന്ന് കിട്ടിയെന്ന്. വേദവ്യാസരുടെ മഹത്വം എവിടുന്ന് വന്നതാണെന്ന് ചിന്തിച്ച് നോക്കൂ. നിങ്ങളുടെ അഭിമാനത്തിനൊന്നും ഇവിടെ സ്ഥാനമില്ല കൂട്ടരെ. ഞാൻ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തിയെന്ന് മിണ്ടരുത്. നിങ്ങൾ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തിയോ? അവർക്ക് വേണ്ടി വളർത്തിയോ? നിങ്ങൾക്ക് തോന്നിയോ? ഒന്ന് പറയും നല്ല പോലെ മറുപടി. അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കൂ. ഇത് ശ്രീമദ് ഭാഗവതവും മഹാഭാരതവുമാണ് സംസാര വിഷയം. നിങ്ങൾ കാണുന്ന ലോകമല്ല, ലോകത്തിന് അപ്പുറം ഒന്നുണ്ടപ്പാ. അത് മഹാഭാരതത്തിൽ തുറന്നെടുത്ത് വായിക്കൂ. അപ്പം വേദവ്യാസനെ പറ്റി എഴുതി. പിന്നെ കർണനാണ്. എത്ര നല്ല മനുഷ്യനാണെന്നറിയാമോ? ആ നല്ല മനുഷ്യൻ ഒരൊറ്റ നന്മ ലോകത്തിൽ ചെയ്തിട്ടില്ല. ചെയ്തതൊക്കെ അബദ്ധ. ഇത്ര നല്ല മനുഷ്യൻ ഇങ്ങനെ അബദ്ധം ചെയ്യാൻ തോന്നിയത് എന്താണാവോ? അപ്പം നന്മ ഉണ്ടായിട്ട് കാര്യമില്ല. ആ നന്മയെ പ്രാവർത്തികമാക്കണമെങ്കിൽ അതിന് പറ്റിയ ചില ഗുണവിശേഷങ്ങളും മൂല്യങ്ങളും ഉണ്ടപ്പാ. അതെന്താണെന്ന് നോക്കണം. കർണജീവിതം വെച്ച് പഠിക്കാനുള്ളത് അതാണ് നമുക്ക്. ഒരു കാര്യം മഹാപാപം നല്ലത് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു ഗുരുനാഥൻ്റെ അടുത്ത് സത്യമായി ഗുരുദീക്ഷ മേടിച്ച് ഉപദേശിക്കാൻ മേടിച്ചു. ചെന്ന് പറഞ്ഞത് നുണയാണേനും. ആ നുണ ശോഭിച്ചോ? ശോഭിച്ചില്ല. പ്രകൃതി അതിനെ വെളിപ്പെടുത്തി.
പാവം അവിടുന്ന് ശാപവും ഏറ്റു വന്നു. ആര് പറഞ്ഞു അങ്ങോട്ട് പോവാൻ ശാപമേൽക്കാനായി? ഉള്ള കാര്യം തുറന്ന് പറഞ്ഞ് നമുക്ക് പ്രകൃതിയിൽ നിന്നൊരു റെസ്പോൺസ് ഉള്ള കാലത്ത് മതിയല്ലോ. നുണ പറഞ്ഞിട്ട് എന്ത് വേണമെന്നാണ് നിങ്ങൾ ഈ പറയണത്? എന്താണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്? സത്യത്തിൻ്റെ കളിത്തൊട്ടിൽ വേണം നമ്മുടെ കുട്ടികൾ വളരാൻ. അത് നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. ആ കുട്ടികളിൽ ഒരു തരത്തിലുള്ള നുണയുടെ സ്വാധീനവും നിങ്ങൾ മാതാപിതാക്കൾ ജനിപ്പിച്ച് വളർത്തി കൊടുക്കരുത്. വളരെ നിഷ്കർഷയാണ് ആ കാര്യം, നിഷ്കർഷയുള്ളതാണ്. ആ കർണൻ, വേദവ്യാസ മഹർഷി കർണനെ കൊണ്ട് എന്ത് നമ്മൾക്ക് വെളിപ്പെടുത്തി തരണോ അതാണ് ഭൂമാനന്ദ സ്വാമി എഴുതണത്. അല്ലാണ്ട് ഞാൻ വിശേഷമായിട്ടൊന്നും എഴുതില്ല. ആ ശാസ്ത്രത്തിൽ ഉള്ളതേ എഴുതുള്ളൂ. അത് കഴിഞ്ഞു ദ്രൗപദി. എൻ്റെ അപ്പ, ഇങ്ങനെയുമുണ്ടോ ഒരു മഹത്തായ സ്ത്രീ രത്നം? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആരോ പറയുകയാണ്, എന്നെ സഹായിക്കാൻ നമ്മുടെ ആശ്രമത്തിൽ ചില ആൾക്കാരുണ്ട്. ഈ പുസ്തകം എനിക്കിങ്ങനെ പെട്ടെന്ന് എഴുതാൻ പറ്റില്ലല്ലോ, 300 പേജാണത്. അത് എഴുതിയത് എങ്ങനെയാണ്? ഞാൻ ആദ്യമായിട്ട് എഴുതും, DTP സംസാരിച്ചാൽ DTP ഇട്ട് തരും, അല്ലെങ്കിൽ ഞാൻ തന്നെ എൻട്രി ചെയ്യും. എന്നിട്ട് 1 തവണ 2 തവണ വായിച്ച് അതിൽ പരിഷ്കാരങ്ങളൊക്കെ വരുത്തി അങ്ങോട്ട് കൊടുക്കുക. നമ്മളെ സഹായിക്കാൻ കുറച്ച് ആൾക്കാരുണ്ട്. അവരത് വായിച്ച് നോക്കി, അത് കോപ്പി എഡിറ്റ് ചെയ്ത് അതിൽ തെറ്റുണ്ടോ തിരുത്തുണ്ടോ എന്നൊക്കെ നോക്കി അവസാനം എല്ലാവരും കൂടി എൻ്റെ അടുത്ത് വന്ന് നിൽക്കും. സ്വാമിജി ഇതാ ഈ ഭാഗങ്ങൾ എന്താ വേണ്ടത് ചോദിച്ചാൽ അവർക്ക് വേണ്ടത് പറയണമാതിരി അത് മാറ്റി കൊടുത്തിട്ടായിരിക്കും. എന്നിട്ട് ഞങ്ങൾ കുമ്പറ താങ്ങി എന്ന് പറഞ്ഞ മാതിരിയാണ് ആ പുസ്തകം ഇറക്കാൻ വേണ്ടിയിട്ട്. 300 പേജുള്ള പുസ്തകം. കൃഷ്ണനെ പറ്റിയിട്ടാണ് അവസാനം എഴുതിയത്. നിങ്ങളറിയുന്ന കൃഷ്ണൻ ഭാഗവത കൃഷ്ണനാണ്. ഭാഗവത കൃഷ്ണൻ 2ാമത്തെ രചനയാണ്. പൊടിപ്പും തൊങ്ങലും വെച്ചിട്ടുണ്ടാക്കിയതാണ് ഭാഗവത കൃഷ്ണൻ. ഭാരതകൃഷ്ണനെ നിങ്ങൾ മനസ്സിലാക്കൂ. ഭാഗവത കൃഷ്ണൻ അവസാനം ചോദിക്കുകയാണ് നാരദ മഹർഷിയോട്, എൻ്റെ പൊന്ന് മഹർഷിയെ, ഞാൻ തോറ്റൊരു ഭാഗമുണ്ടപ്പാ. എന്താണത്? ജ്ഞാതികളോടുകൂടി ജീവിക്കണത്. എന്താ എന്താ കേട്ടുവോ നിങ്ങൾ? ജ്ഞാതി എന്നുള്ള വാക്ക് മനസ്സിലായോ? രക്തബന്ധവും വിവാഹബന്ധവും മുകളിൽ വരുന്നല്ലോ. അതാണല്ലോ വീട്ടിൽ, വേറെ ഒന്നുമില്ലല്ലോ. രക്തബന്ധം വിവാഹബന്ധം, ഇങ്ങനെ 2 ഉള്ളൂ നിങ്ങൾക്ക്. അതിൽപ്പെട്ടവരോടുകൂടി കഴിയണത് വലിയ ബുദ്ധിമുട്ടാണ്. എങ്ങനെയാണ് കഴിയുക? എനിക്ക് മനസ്സിലാവണില്ല. മഹർഷി ഒന്ന് ഉപദേശിച്ചു തരുമോ? കൃഷ്ണ, ബുദ്ധിമുട്ട് തന്നെയാണ്. കൃഷ്ണൻ കയ്യിലുള്ളതൊക്കെ കുടുംബക്കാർക്ക് കൊടുത്തു കഴിഞ്ഞു. ഇനി ആ മുതൽ തിരിച്ചു മേടിക്കാൻ പറ്റില്ല. പുറപ്പെട്ടാൽ വലിയ കുഴപ്പമാവും. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കൃഷ്ണനുള്ളതൊക്കെ കൊടുത്തു അത്ര വിഷ്ണുകുലക്കാർക്ക്. പാവം, ഇരിക്കാനൊരു സ്ഥലം ആവശ്യപ്പെടുക ഒന്നും ചെയ്തില്ല. എവിടെയാ? സമുദ്രത്തിലൊരു ഒരു ഒരു കൂടാരം ഉണ്ടാക്കി അവിടെയാണ് പോയി താമസിച്ചത്. അപ്പോൾ കുടുംബത്തിൽ നിന്ന് ഒരു സ്വത്തും എടുത്തില്ല. അപ്പോൾ വിഷ്ണുകുലക്കാർക്ക് പിന്നെ എന്താ ബന്ധം? ഉള്ളതൊക്കെ കിട്ടിക്കഴിഞ്ഞില്ലേ? ഇനി കൃഷ്ണൻ വന്നാൽ പഠിച്ചു പുറത്തേക്കാക്കുക അവർ തമ്മിൽ വഴക്ക് കൂടി അതൊന്ന് ഒതുക്കാൻ ചെന്നപ്പോൾ കൃഷ്ണനെ പൊതുരെ തല്ലിയപ്പോൾ ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാണ് മരത്തിൻ്റെ ചോട്ടിൽ ചെന്ന് ചാഞ്ഞ് വരുന്നത്. രുക്മിണിക്കും ഒന്നും അറിയില്ല. എന്നിട്ട് ദാരുകനോട് പറഞ്ഞാൽ ശരി, ഇവിടെ നടന്ന വർത്തമാനം അവിടെ ചെന്ന് പറഞ്ഞേക്കുമെന്ന്. രുക്മിണിക്ക് പോലും കൃഷ്ണൻ്റെ കൂടെ അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പം ജാതികളുടെ കാര്യം. പിന്നെ അതിഥി സത്കാരം, ബ്രാഹ്മണ പൂജ, അത് എന്തിനാണെന്ന് ചോദിച്ചു ആര്? മകൻ പ്രദ്യുമ്നൻ. അപ്പം സ്വന്തം കഥയെടുത്ത് പറയുകയായിരുന്നു. ആ കഥ ഞാൻ ഇപ്പോൾ ഇവിടെ വിവരിക്കില്ല. നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ എന്നെ ഓർമ്മപ്പെടുത്തും ഇനി ഒരു ദിവസം. അതൊക്കെ കഴിഞ്ഞ് അതിലും പറ്റി പാവം ഒരു തെറ്റ്. ആ തെറ്റിൻ്റെ ഫലമായിട്ടാണ് വേടൻ്റെ അമ്പ് കാലിൻ്റെ അടിയിൽ വന്ന് തറച്ച് അവസാനം പോയത്. ഒരു നിലയ്ക്ക് കൃഷ്ണൻ എരന്ന് മേടിച്ചതാണ്. ഈ വർത്തമാനങ്ങളൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന് മനസ്സിലാക്കുന്ന നിങ്ങൾ. കൃഷ്ണനെ പറ്റിയിട്ടാണ് അവസാനം എഴുതിയിരിക്കുന്നത്. ആരോ പറഞ്ഞു, സ്വാമിജി ഈ പുസ്തകം എടുത്ത് വായിക്കാൻ പുറപ്പെട്ടാൽ താഴ്ത്ത് വയ്ക്കില്ല അവർ, ഊണ് കഴിക്കാതെ വായിക്കുന്നത്. പലരും പലതും എഴുതിയിട്ടുണ്ടാവും. ഈ പുസ്തകം മഹാഭാരതത്തിൽ ഒറിജിനൽ കാര്യങ്ങൾ പറഞ്ഞത്, ഒരു വിശേഷം സംസ്കൃതം ഇല്ലാതെ അതിൽ എഴുതിയിരിക്കുന്നത്. ഒക്കെ മലയാളം മാത്രമേ ഉള്ളൂ. ഞാൻ എഴുതുന്നതിലൊക്കെ സംസ്കൃത ശ്ലോകം കോട്ട് ചെയ്തുകൊണ്ടൊക്കെയാണ് എഴുതുക. അതൊന്നും ഇല്ലാണ്ട് എഴുതിയിട്ടുണ്ട്. ഇതെന്തിനാണ് ഞാൻ പറഞ്ഞത്? കൃഷ്ണൻ ഇവിടെ പറയുന്നുണ്ടല്ലോ, കുര്യാത് വിദ്വാംസ് തഥാസക്ത ചികീർഷുർ ലോകസംഗ്രഹം എന്ന്. അറിവില്ലാത്തവർ ഈ ലോകത്തിൽ എങ്ങനെ സംഖ്യകളായി ജീവിക്കുന്നുവോ അവരുടെ പ്രവൃത്തിയും വ്യവഹാരവും മുഴുവനും ജ്ഞാനികളുടെയും അതുപോലെ ആവണം. എവിടെയാണ് വ്യത്യാസം? ഉള്ളിൽ സംഘമില്ലാതെ ലോകസംഗ്രഹം, ലോകത്തിൻ്റെ മംഗളത്തിന് വേണ്ടി ചെയ്യണം. അങ്ങനെ മനസ്സിൻ്റെ എക്സ്പാൻഷനാണ് നമുക്ക് അറിവ് കൊണ്ട് കിട്ടാനുള്ളത്, അല്ലാതെ ഇടുക്കമല്ല.
മനസ്സിനെ വികസിപ്പിക്കാൻ, ബുദ്ധിക്ക് സൂക്ഷ്മത കൂട്ടാൻ, ഗ്രഹണ സാമർഥ്യം വർദ്ധിപ്പിക്കാൻ, നമ്മുടെ ശരീരം, പാഞ്ചഭൗതികമായ ശരീരത്തിൽ പ്രാണനും പ്രാണസ്പന്ദനം, ദഹന പ്രക്രിയ, രക്തസഞ്ചാരം, മസ്തിഷ്കത്തിലുള്ള ആ ജ്ഞാനതരംഗങ്ങൾ, സ്പന്ദനങ്ങൾ, ധ്വനികൾ, ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് പരിലസിക്കുന്ന ഉണർവിൻ്റെ രഹസ്യം കണ്ടെത്തി അതാണ് എല്ലാറ്റിൻ്റെയും സ്രോതസ്സ് എന്നറിയാനുള്ള പ്രയത്നമാണ് നമുക്ക് ആവശ്യം. അവിടെയാണ് ഒരു സന്യാസിയോ ഒരു ജ്ഞാനിയോ ഗൃഹസ്ഥനോ തമ്മിലുള്ള വ്യത്യാസം, അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളിലല്ല. ഞാൻ എപ്പോഴും പറയും, നിങ്ങളെല്ലാവരും സാമാനം മേടിക്കുന്ന അതേ ബജാറിലും മാർക്കറ്റിലുമാണ് ഞങ്ങൾ സാമാനം മേടിക്കുന്നത്. അതേ ഗ്യാസ് സിലിണ്ടറിലാണ് പാകം ചെയ്യുന്നത്, അതുമാതിരിയുള്ള കെട്ടിടത്തിൽ തന്നെയാണ് താമസിക്കുന്നത്. പക്ഷേ എന്താ വ്യത്യാസം? ആശ്രമത്തിൽ വന്നു പോകുന്നവരാരും ഞങ്ങളോട് രക്തബന്ധമോ വിവാഹബന്ധമോ ഉള്ളവരല്ല. അവർ ജീവിക്കണു, വരണു, കുറച്ച് ദിവസം കഴിയണു, പോണു. ആർക്ക് വേണമെങ്കിൽ വരാം, ആർക്ക് വേണമെങ്കിൽ പോകാം. പക്ഷേ അവരോടെല്ലാം ഞങ്ങൾക്ക് ഒരുപോലെയുള്ള താതാത്മ്യമുണ്ട്. അങ്ങനെ ഒരു മനസ്ഥിതിയോ ഒരു സ്വഭാവവിശേഷമോ ഗൃഹസ്ഥന്മാർക്ക് കാണില്ല. അവിടെയാണ് വ്യത്യാസം. നമ്മുടെ ശാസ്ത്രങ്ങൾ മുഴുവൻ ഇങ്ങനെ ഉദ്ബോധിപ്പിച്ച് മനസ്പന്ദനങ്ങളും ബുദ്ധിസ്പന്ദനങ്ങളും പുതിയതായി രചിച്ച് മനസ്സിന് പവിത്രത വരുത്തി, ബുദ്ധിക്ക് വിശാലത വരുത്തി, തത്വഗ്രഹണമുണ്ടാക്കി, അജ്ഞാനത്തെ ദൂരീകരിച്ച് ജ്ഞാനസമ്പന്നത അങ്ങോട്ട് ഊറ്റി എടുക്കുകയാണ്. അതാണ് നമുക്കിതിൻ്റെ ആവശ്യം. ചികീർഷുർ ലോകസംഗ്രഹം ഉദേതി ഭവതോ വിശ്വം വാരിധേരിവ ബുദ്ബുദഃ ഇതി ജ്ഞാത്വൈകമാത്മാനം ഏവമേവ ലയം വ്രജ. ശ്ലോകം 2, 5-ാമത്തെ അധ്യായം. ഉദേതി ഭവതോ വിശ്വം. അസലായിട്ട് പറയൂ. ഉദേതി ഭവതോ വിശ്വം. ഉദേതി ഭവതോ വിശ്വം. ഉദേതി ഭവതോ വിശ്വം. വാരിധേരിവ ബുദ്ബുദഃ. വാരിധേരിവ ബുദ്ബുദഃ. ഇതി ജ്ഞാത്വൈകമാത്മാനം. ഇതി ജ്ഞാത്വൈകമാത്മാനം. ഇതി ജ്ഞാത്വൈകമാത്മാനം. ഇതി ജ്ഞാത്വൈകമാത്മാനം. ഏവമേവ ലയം വ്രജ. ഏവമേവ ലയം വ്രജ. ഏവമേവ ലയം വ്രജ. ഏവമേവ ലയം വ്രജ. ഈ അധ്യായത്തിൽ വളരെ ചുരുങ്ങിയ ശ്ലോകങ്ങളാണ്. എല്ലാം നമ്മളോട് പറയണത് എന്താണെന്നറിയോ? നിങ്ങളുടെ ഉള്ളിലുള്ള ഭേദബുദ്ധിയെ നിഷ്കാസനം ചെയ്ത്, ഭേദബുദ്ധിക്ക് സ്ഥാനമില്ല എന്ന് നിങ്ങളുടെ ഉള്ളിൽ അമർന്നിരുന്ന് എവിടുന്നാണ് ചിന്തകൾ ഉദിക്കുന്നത്, വികാരങ്ങൾ ഉദിക്കുന്നത്, ആലോചന ഉദിക്കുന്നത്, കാമക്രോധാദികളുടെ ഉത്പത്തി എവിടെയാണ് നിൽക്കുന്നത്, അത് കഴിഞ്ഞാൽ അത് എവിടെ വിലയം പ്രാപിക്കുന്നു എന്ന് നോക്കി കണ്ട് മനസ്സിലാക്കി ഇതെല്ലാം വാസ്തവത്തിൽ ഒന്നാണ്, പലതല്ല. മനസ്സ് രചിക്കുന്ന മനോരചനകളാണ് ബാക്കിയെല്ലാം. അപ്പം മനസ്സ് രചിക്കുന്ന മനോരചനകൾ മനസ്സിൽ നിന്ന് വ്യത്യസ്തങ്ങളാണോ? എന്താ ഒരാരുമില്ലാതെ? നിങ്ങൾ നടക്കുമ്പോൾ കാലല്ലാതെ ആവുന്നുണ്ടോ? ഇരിക്കുമ്പോഴോ, കിടക്കുമ്പോഴോ, നിൽക്കുമ്പോഴോ കാല് തന്നെയാ. മനസ്സ് മനനം ചെയ്യുമ്പോൾ മനസ്സല്ലാതെയാവോ? അപ്പം മനസ്സിൻ്റെ പ്രോഡക്ട്സ്, മനസ്സിൻ്റെ വിഭവങ്ങൾ, ഇപ്പോൾ ചിന്ത മനസ്സിൻ്റെ വിഭവമാണ്, ഭാവം വികാരം മനസ്സിൻ്റെ വിഭവമാണ്, ഓർമ്മക്കുറവ്, ഇതൊക്കെ മനസ്സ് രചിക്കുന്ന മനോരചനകളാണ്. ആ മനോരചനകൾ അകത്താണ്, പുറത്തല്ല. പുറത്താണ് ഈ മനസ്സിത് മുഴുവൻ രചിക്കുന്നത്. രചിച്ചു കഴിഞ്ഞ് അധികം താമസിക്കാതെ അവിടെ തന്നെ അത് അസ്തമിച്ചു പോണു. അപ്പം മനസ്സിൽ നിന്ന് രചിച്ച് മനസ്സിൽ തന്നെ നിർത്തി അവിടെ തന്നെ തിരോധാനം ചെയ്യുന്ന ഈ മനഃസൃഷ്ടികളെല്ലാം മനസ്സിൽ നിന്ന് വ്യത്യസ്തങ്ങളാണോ? എത്ര ആൾ പറയണ്ടല്ലാന്ന്? ഇപ്പോഴും മുഴുവനായിട്ടില്ല. എന്ത് പറ്റിയ? തലയിൽ കളിമണ്ണാണോ?
എന്ത് കൂട്ടരാ നിങ്ങളൊന്ന് ആലോചിക്കും. അപ്പോൾ ആ ശരീരത്തിൻ്റെ ഉള്ളിലല്ലേ ഇത് മുഴുവൻ ഉണ്ടാവുന്നത്. ഉള്ളിൽ ഇതെല്ലാം ഉണ്ടാക്കി നിരത്തി വയ്ക്കാൻ സ്ഥലമുണ്ടോ അവിടെ? നമ്മളൊരു ആനയെ കണ്ടു. ആന എത്ര വലുപ്പമുള്ളതാ? ആ ഒരു ആനയെ ഉള്ളിൽ അങ്ങോട്ട് ഉണ്ടാക്കി അവിടെ അങ്ങോട്ട് വച്ചാൽ പിന്നെ ശരീരം അവിടെ നിൽക്കുമോ? എന്താ മിണ്ടാതെ? എത്ര സാധനങ്ങൾ നമ്മൾ കാണുന്നു, അതിൻ്റെ എല്ലാം പതിപ്പ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നു. ഈ പതിപ്പുകളെല്ലാം വേറെ 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 അടക്കി വയ്ക്കാനുള്ള സ്ഥലമുണ്ടോ? അപ്പം മനസ്സിൽ നിന്ന് മാനസമായി ജനിക്കുന്നു, മാനസമായി നിൽക്കുന്നു, അതിൽ മനസ്സിൽ തന്നെ വിലയം പ്രാപിച്ചു പോണു. അങ്ങനെ മനസ്സിൽ നിന്ന് ഉദ്ഭവിച്ച് മനസ്സിൽ തന്നെ വിലയം പ്രാപിക്കുന്ന എന്ത് തന്നെ സൃഷ്ടിവിശേഷവും ആ മധ്യരൂപത്തിലും മാനസം തന്നെയല്ലേ? ഇതാണ് ബുദ്ധി കൊണ്ട് ആലോചിച്ച് കണ്ടെത്തുക. അവിടെ കണ്ണെത്തില്ല, കാതെത്തില്ല, ബുദ്ധിയെ എത്തുള്ളൂ. അതാണ് പറയുന്നത്. ഉദേതി ഭവതോ വിശ്വം വാരിധേരിവ ബുദ്ബുദഃ. എൻ്റെ പിന്നാലെ വരുമോ നിങ്ങൾ? ഉദേതി ഭവതഃ വിശ്വം, അല്ലേ ജനക മഹാരാജൻ? ഭവതഃ അങ്ങയിൽ നിന്ന്, ഉദേതി ഉദിക്കുന്നു. എന്ത്? വിശ്വം. വിശ്വം അങ്ങയിൽ നിന്ന് ഉദിക്കുന്നു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോപ്പാ? വാരിധേരിവ ബുദ്ബുദഃ. ഏതുപോലെ? സമുദ്രത്തിൽ നിന്ന് കുമിളകൾ എന്ന പോലെ. അപ്പോൾ ഇവിടെ കുമിള ഏതാ? വിശ്വം. സമുദ്രം ഏതാ? ജനകൻ. മറിച്ചല്ല, ഇവിടെ വിശ്വം എന്ന് പറയുന്നത് ഒരു കുമിളയുടെ സ്ഥാനമേ ഉള്ളൂ. സമുദ്രം ആരാ? ജനകൻ്റെ ഉൾവ്, ആ ഉള്ളുണർവ്. ഉദേതി ഭവതോ വിശ്വം, അങ്ങയിൽ നിന്നാണ് ഈ വിശ്വം എന്ന് പറയുന്ന കുമിള ഉദിക്കുന്നത്. വാരിധേരിവ, സമുദ്രത്തിൽ നിന്ന് കുമിളകൾ ജനിക്കുന്നത് പോലെ അങ്ങയുടെ ഉൾ സമുദ്രത്തിൽ നിന്നാണ് ഈ ബാഹ്യവിശ്വ കുമിള ഉത്പാദനം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നിങ്ങൾ വിചാരിക്കണത് ഞാൻ വിശ്വം, ഇവിടെ പറയണതോ മനസ്സിൻ്റെ ഭാഷയിൽ ഞാനോ സമുദ്രം, വിശ്വമോ? ആ ഈക്വേഷൻ അങ്ങോട്ട് മാറി. ഞാനത് സംസാരിക്കട്ടെ കൂട്ടരെ? വേണോ? നോക്കൂ, ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതാണ് ഭാരതം, ഭാരതം, ഭാരതം. ഈ തത്വചിന്ത ഇവിടെ മാത്രമേ ഉടലെടുത്തിട്ടുള്ളൂ. ഇത്ര നന്നായി ചർച്ച ചെയ്ത് വിശകലനം ചെയ്ത് അതിൽ വിശാരദത്വം സമ്പാദിച്ച് നോക്കൂ. ഈ വേദവ്യാസ മഹർഷിയെ വളർത്താൻ ഒരാളുണ്ടായില്ല, മുല കൊടുക്കാൻ ഒരു അമ്മയുണ്ടായില്ല. എന്നിട്ടാണ് ആ കുട്ടി ഇത് മുഴുവൻ എഴുതിയുണ്ടാക്കിയതപ്പ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ അതിൻ്റെ വൈഭവം. ആ വ്യാസദേവൻ്റെ ഒരു ജന്മം മതി ഭാരതത്തിൻ്റെ മഹത്വം കാണിക്കാൻ. ഉദേതി ഭവതോ വിശ്വം വാരിധേരിവ ബുദ്ബുദഃ ഇത് ജ്ഞാത്വൈകമാത്മാനം. ജനക, ജനക, ജനകൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്ന ആ ഉള്ളുണർവുണ്ടല്ലോ, മഹോദധി. ആ ഉള്ളുണർവ് എന്ന് പറയുന്ന ആ എന്താ ഞാനതിനെ പറയുക, അനന്തമായ പരപ്പ്, വിശാലത. ഇത് ജ്ഞാത്വൈകമാത്മാനം. ഞാൻ എന്ന് പറയുന്നത് ഒരു ബിന്ദുവല്ല, അത് സൂചിപ്പിക്കുന്നത് ഒരു അനന്തമായ വിശാലതയാണ്, അവാച്യമായിരിക്കുന്ന വൈഭവത്തെയാണ്. സമുദ്രത്തിൽ ഒരു കുമിള പോലെയാണ് ഈ വിശ്വം. നിൻ്റെ ഉള്ളാവട്ടെ സമുദ്രമാണ്, സമുദ്രസമമാണ്. ഈ ജ്ഞാത്വാ ഏകമാത്മാനം, ഈ ഉള്ളിലുള്ള ഈ ഉണർവ് എല്ലാവരിലും പടർന്നു പിടിച്ച് കിടക്കുന്ന ഒന്നാണ്. അത് ഒന്ന് മാത്രമേ ഉള്ളൂ, അവിടെ പലതില്ല. ശരീരമാണ് പലത്, ശരീരമാണ് പലത്, ശരീരമാണ് പലത്. അതിലൂടെ ഉണ്ടാവുന്ന ഈ മനസ്സ് എന്ന് പറഞ്ഞ വ്യക്തിയ മനസ്സ് പലതാവാം, പക്ഷേ മനസ്സൊന്നാണ്, ആത്മാവിൻ്റെ പ്രകടനം. ഇങ്ങനെ വിചാരിച്ച് നിൻ്റെ ഉള്ളിലുള്ള എന്തെല്ലാം അന്തസൃഷ്ടികൾ, ഉൾസൃഷ്ടികൾ, ഉൾരചനകളുണ്ടോ അതിനെ മുഴുവനും ഉള്ളിൽ തന്നെ വിലയിപ്പിക്ക്, വിലയിപ്പിക്ക്. ചിന്തയോട് നമ്മൾ പറയണം, ചിന്ത നീ എന്താ ചെയ്യുന്നത്? മനസ്സിൽ നിന്ന് ഉയർന്നു, മനസ്സിൽ നിൽക്കുന്നു, മനസ്സിൽ തന്നെ അസ്തമിക്കുന്നു. നീ എന്നിൽ നിന്ന് അന്യമല്ല, നിന്നെ ഞാൻ കണ്ട് ഭയപ്പെടില്ല, പേടിക്കില്ല. എനിക്ക് നിന്നോട് വെറുപ്പില്ല, വിദ്വേഷമില്ല, ക്രമം വിട്ട് ആകർഷണവും സ്നേഹവുമില്ല. ഞാനും നീയും വേറെയല്ല, ഒന്ന് 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 ഒന്ന്. അങ്ങനെ വിചാരിച്ച്
ഏവമേവ ലയം വ്രജ, ലയം വ്രജ. നമ്മുടെ ഉള്ളിൽ വിവിധമാണെന്ന് തോന്നുന്ന, നിങ്ങളെൻ്റെ കൂടെയുണ്ടോ? വിവിധമാണെന്ന് തോന്നുന്ന മനസ്സ്, മനോരചനകൾ, ചിന്തകൾ, വികാരങ്ങൾ, ഭാവങ്ങൾ, ഓർമ്മകൾ, ഓർമ്മക്കുറവുകൾ, മറവികൾ, ബുദ്ധിയിൽ നിന്ന് വരുന്ന അന്വേഷണം, തർക്കം, വിതർക്കം, വിചാരം, അവസാനം നിഗമനം, പൊടുന്നനെ ഉടലെടുക്കുന്ന അഹങ്കാരത്തിൻ്റെ വകഭേദങ്ങൾ, ഇതെല്ലാം വാസ്തവത്തിൽ വ്യത്യസ്തങ്ങളല്ല, ഉണർവിൻ്റെ പ്രതിഭാസങ്ങളാണ്. അവർക്ക് സ്വന്തമായിട്ടുള്ള നിൽപ്പില്ല, ഒക്കെ ക്ഷണികമാണ്. അതിൻ്റെ സ്രോതസ്സ് മാത്രമാണ് അവിടെ സത്യം. ആ സ്രോതസ്സിൽ നിന്ന് വ്യത്യാസപ്പെട്ട ഒരു നിൽപ്പതിനില്ല. There is no ground whatsoever for the existence or prevalence of any kind of a mental product or an intellectual product or an ego product. No product can be separately claiming a place within the body. Everything is present for a while. Thereafter it disappears. It submerges or subsides in the very source. Nothing seems to be prevailing for a long time. How long can a thought endure? A feeling endure? An emotion endure? ഒരു ചിന്ത വരുന്നത് ചിന്തയില്ലായ്മയിൽ നിന്നാണ്. ആ ചിന്തയെ പിന്തുടരുന്നതും അതേ ചിന്തയില്ലായ്മയാണ്. രണ്ട് ചിന്തയില്ലായ്മയ്ക്കുള്ളിൽ പ്രകടമാകുന്ന ചിന്ത, ആ രണ്ടും വിട്ടതിന് അസ്തിത്വം ഉണ്ടാകുമോ എപ്പോഴെങ്കിലും? തുടക്കത്തിലും അവസാനത്തിലും ഒരു വസ്തു എന്തോ അതുതന്നെയാണത് മധ്യത്തിലും എന്നതാണല്ലോ സത്യയുക്തി. ഏവമേവ ലയം വ്രജ. ഈ ചിന്താഗതി എന്താ? വസിഷ്ഠൻ ശ്രീരാമനോട് പറയാണ്, വാസനാക്ഷയ വിജ്ഞാന മനോനാശ മഹാമതേ ചിരകാലം സമാഭ്യസ്ത ഭവന്തി ഫലദാമുനേ. വാസനാക്ഷയ വിജ്ഞാന മനോനാശ മഹാമതേ. അല്ലേ മഹാമതേ ശ്രീരാമ? 3 കാര്യങ്ങൾ: വാസനാക്ഷയം, വിജ്ഞാനം, മനോനാശം. മനസ്സിൻ്റെ നാശം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ലയം. അനവധി എന്ന വിക്രിയകൾ രചിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രതിഭാസ പ്രക്രിയ അതങ്ങൾ ഉപശമിക്കണം. ഉപശമിക്കുകയോ? ഉറക്കത്തിൽ ഉപശമിക്കുന്നുണ്ടല്ലോ 7 മണിക്കൂർ. എവിടെയായിരുന്നു ഉള്ള സംഘർഷം മുഴുവനും? ആ സംഘർഷത്തിന് ഒരൊറ്റടിക്ക് മാച്ച കുംഭകർണൻ നിദ്രയിൽ പെട്ടില്ലേ നമ്മൾ? അപ്പോൾ ഇത് മായ്ക്കാൻ പറ്റും എന്നുള്ളത് തീർച്ചയാണ്. ഉണർവ് ജാഗ്രത അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ മായ്ക്കൂ നിങ്ങളുടെ മനസ്സിൻ്റെ വൈവിധ്യം. വാസനാക്ഷയം. ആദ്യമായിട്ട് ആഗ്രഹം ഇല്ലായ്മ പരിശീലിക്കണം. ആഗ്രഹിച്ച ആഗ്രഹവസ്തു കിട്ടി നമുക്ക് സാഫല്യം ഉണ്ടാവുന്നുണ്ടല്ലോ. സാഫല്യം ഉണ്ടായാൽ ആ ആഗ്രഹമില്ലാതെയാവണം. അപ്പോൾ ആഗ്രഹപൂരണത്തിൻ്റെ പരിണതഫലം എന്താ? ആഗ്രഹാഭാവം. ആഗ്രഹാഭാവമാണ് ആഗ്രഹപൂരണത്തിൻ്റെ പരിണത ഫലമെങ്കിൽ ആഗ്രഹമില്ലാതെ ഇരുന്നാൽ സർവാഗ്രഹപൂരണവുമായില്ലേ? എന്താ മിണ്ടാതെ? എൻ്റെ ഭാഷ മനസ്സിലായോ? അപ്പോൾ ആഗ്രഹമില്ലാതെ ഇരിക്കൂ. വാസനാക്ഷയ വിജ്ഞാനം. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അധ്യാത്മമായി തത്വജ്ഞാനാർത്ഥദർശനം എന്ന് 13-ാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീത പറയുന്നത് പോലെ അധ്യാത്മജ്ഞാന നിത്യത്വം തത്വജ്ഞാനാർത്ഥദർശനം. ഈ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുക. ഉള്ളിലുള്ള കാര്യങ്ങളെക്കുറിച്ച്, പുറമേ ഉള്ളതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചോളൂ. 1 മണിക്കൂറെങ്കിലും ഉള്ളിനെക്കുറിച്ച് ആലോചിക്കുക. അങ്ങനെ ഉള്ളിനെക്കുറിച്ച് ആലോചിച്ച് മനോനാശ, ഈ മനസ്സിനിങ്ങനെ ലയിപ്പിക്കൂ. എല്ലാം ഉള്ളിൽ അമർന്നു പോട്ടെ, അലിഞ്ഞു പോട്ടെ. അങ്ങനെ അമർന്നും അലിഞ്ഞും പോകുന്ന ആ നില. ഇത് 3ഉം ഒരേപോലെ ദീർഘകാലം അഭ്യസിച്ചാലാണ് രാമാ ഒരു മനുഷ്യന് സിദ്ധി കൈവരുക. വാസനാക്ഷയ വിജ്ഞാന മനോനാശ മഹാമതേ ചിരകാലം സമാഭ്യസ്ത. മുൻതൂക്കം ഒരുപോലെ കൊടുക്കണം 3 എണ്ണത്തിൽ നിന്ന്. ഒന്നിനെ കൂട്ടി ഒന്നിനെ കുറയ്ക്കരുത്. ആഗ്രഹങ്ങളില്ലാതെ ഇരിക്കാൻ മാത്രം പുറപ്പെട്ടാൽ പോരാ.
ഈ മാതിരിയുള്ള ജ്ഞാനപഠനം, ജ്ഞാനമനനം അതും ആവശ്യമാണ്. അതുപോലെ ഇരുന്ന് മനസ്സുകളെയും ചിന്തകളെയും എല്ലാം ലയിപ്പിച്ച് എല്ലാം അസ്തമിക്കുന്ന ഒരു ഉൾവിലയം അതും നിങ്ങൾ തേടണം. എന്നാൽ ജഡസമാധി ആവുമരുത്. നമ്മുടെ മനസ്സിൽ നിന്ന് എന്തു തന്നെ വൃത്തികൾ ഉത്പത്തിയായാലും മനസ്സിന് ലേശം മാറ്റം വരണില്ല. ഈ വിചാരം വെച്ചുകൊണ്ട് നിങ്ങളുടെ ദേഷ്യത്തെ ഒന്ന് നിരീക്ഷിക്കൂ. പലരും ചോദിക്കും, എനിക്ക് കോപമുണ്ട്, കോപം പോകാൻ എന്താ വഴിയെന്ന്. എനിക്കെന്ന് വെച്ചാൽ സ്വാമിജിക്കല്ല കേട്ടോ. എനിക്ക് കോപം വരണു, എന്താ ഞാൻ വേണ്ടത്? ഞാൻ എന്താ പറയുക, കോപം വരണു അല്ലേ, അത് നിർത്തണം. ശരി. അപ്പോൾ കോപം വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാരണത്തിനെ ചൊല്ലി അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കണം, എന്താ വിചാരിക്കേണ്ടത്? ഈ കോപം എന്ന് പറയുന്ന മനോവൃത്തി, അത് ആഗ്രഹമായാലും എന്തായാലും അത് മനസ്സിൽ നിന്ന് അന്യമല്ല. ഒരേ വസ്തുവാണ് ഈ കോപമായി പരിണമിക്കണത് എന്ന് വിചാരിച്ചാൽ തന്നെ പാമ്പിൻ്റെ കയ്യിൽ നിന്ന് വിഷപ്പല്ല് പറിച്ച മാതിരിയാവും. നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കൂ, അതിന് ഫലമുണ്ടോയെന്ന്. ഉദേതി ഭവതോ വിശ്വം വാരിധേരിവ ബുദ്ബുദഃ ഇതി ജ്ഞാത്വൈകമാത്മാനം ഏവമേവ ലയം വ്രജ. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവോ? ഞാൻ ഒന്ന് പ്രത്യേകിച്ച് പറഞ്ഞാട്ടെ, ഈ അഷ്ടാവക്ര സംഹിത കേൾക്കാൻ സാധിക്കുന്നതുണ്ടല്ലോ, എത്ര വലിയ ഒരു വിശേഷപ്പെട്ട ഒരു സംഭവമാണ് നിങ്ങളുടെ ജീവിതത്തിൽ, ഒരു ചരിത്രമാണ്. മഹാഭാഗ്യം കൊണ്ടേ ഇത് കേൾക്കാൻ പറ്റുള്ളൂ. ഇത് വേണ്ടതുപോലെ പറയുക, കേൾപ്പിക്കുക, അത് പറയുമ്പോൾ വേണ്ടതുപോലെ കേൾക്കുക വളരെ വളരെ അപൂർവമാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊക്കെ മുക്തന്മാരാ. വാസ്തവത്തിൽ മുക്തിയാണ് ഈ വിതരണം ചെയ്യുന്നത് ശബ്ദത്തിലൂടെ. അത്ര വിശേഷപ്പെട്ടതാണ്. എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കി ഇവിടെ വന്ന് കുറച്ച് നേരം ഇരുന്നത് കേൾക്കട്ടെ. ഞാൻ അപ്പം കിട്ടും ഇപ്പം കിട്ടും ഇത്ര നാൾ പട്ടി ഇതൊന്നുമല്ല ഇവിടെ വിവരം. ഇവിടെ ഉള്ളിലുള്ള സത്യമാണ് ഈ പറയണത്. ഇത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാവുന്നതാണ്. അതാണ് ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അത് നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കൂ. നമുക്ക് നാളെ തുടരാം. സംവേദ്യവർജിതമനുത്തമമേകമാദ്യം സംവിത്പദം വികലനം കലയൻ മഹാത്മൻ ഹൃദ്യേവ തിഷ്ഠ കലനാരഹിതക്രിയാം തു കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. ഹരി ഹരി ഓം തത്സ. നമുക്കൊരു സമാപന ഓങ്കാരം ജപിക്കാം എല്ലാവരും കൂടെ. അതോടുകൂടി നമുക്ക് അവസാനിപ്പിക്കുകയായി. എല്ലാവരും അതിനുള്ള പോസ് എടുക്കൂ. നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കൈ കോർത്ത് മടിയിൽ വയ്ക്കുക. ആകാവുന്നിടത്തോളം വിഷമിക്കാതെ നിവർന്നിരിക്കുക, കണ്ണടയ്ക്കുക. എന്നിട്ട് വായും മനസ്സും തുറന്ന് എൻ്റെ കൂടെ ജപിക്കുക. ഇത്തവണ അവസാനം ഒരു തവണ ഓങ്കാരം. ഇതാ ഓ